ഈ ചർച്ചയുടെ അടുത്ത ഭാഗമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി നീണ്ട വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്യുന്ന മിസ്റ്റർ മനോജ് ജോർജാണ്. വീണ്ടും ഈയിടെയായിട്ടുണ്ടായ ഒരു സംഭവമാണല്ലോ, നമ്മുടെ ഒരു കൂട്ടക്കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് രാഷ്ട്രപതിയും ദയാഹർജിയൊക്കെ തള്ളി ഏകദേശം കഴുമരത്തിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കഴിഞ്ഞ ആഴ്ചകളിൽ സുപ്രീം കോടതിയിൽ പെട്ടെന്നൊരു ഇത് കൊടുത്ത് അദ്ദേഹത്തെ അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടി. അതിനെക്കുറിച്ച് എന്താണത്? ഞാനീ പറയുന്നത് മറ്റാരെക്കുറിച്ചല്ല, ആലുവ കൂട്ടക്കൊലക്കേസിലെ ഒരു പ്രതിയായ ഒരു ആൻ്റണി, അദ്ദേഹം പൂജപ്പുര സെൻട്രൽ ജയിലിലുണ്ട്. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13 വർഷവും 8 മാസവും അദ്ദേഹം ഇപ്പോൾ ജയിലിൽ ഒരു പ്രാവശ്യം പോലും പരോളിൽ പോയിട്ടില്ലാത്ത ഒരു തടവുകാരനാണ്. അങ്ങനെയുള്ള ആൾക്കിനി എന്തായാലും തൂക്കുകയർ ഇല്ല എന്നുള്ളത് ഉറപ്പായി. അതിൻ്റെ സന്ദർഭം എന്തായിരുന്നു? പക്ഷേ ഞാൻ ഈ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിരുന്നു. അതായത് ഞാൻ ബേസിക്കലി ഒരു മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റാണ്. ഈ ലോ ഞാൻ എടുത്തതിൻ്റെ ഒരു കാരണം ഹ്യൂമൻ റൈറ്റ്, മനുഷ്യൻ എന്നുള്ളൊരു റൈറ്റ്, അത് എവിടൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുമോ അവിടെ എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എനിക്കുള്ളത്. എൻ്റെ ഒരു തിയോളജിയെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല, അതിനെ ഞാൻ അപ്രാപ്തരാണ്. കർത്താവ് പറഞ്ഞ് ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവനുണ്ടാകുവാനും എന്നുള്ളതാണ്. ഞാൻ ഒരു വ്യക്തിയെ മരണശിക്ഷയ്ക്ക് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഈ ഒരു പ്രോ ലൈഫ് ഡിക്ലറേഷൻ ഓഫ് ജീസസ് നെഗൻസ്റ്റ് ആണ് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുന്നുണ്ട്. ഒരാളെ കൊല്ലുന്നത് തെറ്റാണെന്ന് സമൂഹത്തെ പഠിപ്പിക്കാനായിട്ട് കൊന്നയാളെ കൊന്നതിന് ശേഷം നമ്മൾ ജനത്തെ പഠിപ്പിക്കുകയാണ് ഇയാളെ കൊന്നത് തെറ്റാണ്. ഇതൊരു വിരോധാഭാസമാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞാൽ ആന്റണി എന്നുള്ളതല്ല, വധശിക്ഷയ്ക്ക് ഒരു ബിബ്ലിക്കൽ ബേസിസ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു അഭിഭാഷകനാണ് ഞാൻ. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇതും ഞാൻ ഒരു പ്രോ ബോണോ കേസായിട്ട് ചെയ്ത ഒരു കേസാണ്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു നോളജ് എനിക്ക് ഇതിനെ കിട്ടിയത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഇദ്ദേഹത്തിൻ്റെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ചില ആലോചനകൾക്കായിട്ട് ഒരു പുരോഹിതൻ, ഒരു കത്തോലിക്ക പുരോഹിതൻ അവിടെ വന്ന് അവിടുത്തെ ഒരു മെമ്പറിനെ കണ്ടതിന് ശേഷം യാദർശികമായിട്ട് എന്നോട് ടെലിഫോണിൽ സംസാരിക്കാനിട്ടിടയായി. ആ അച്ഛൻ എന്നോട് പറഞ്ഞത് എല്ലാമൊന്നും എനിക്കിവിടെ പറയാനായിട്ട് സാധ്യമല്ല, കാരണം ഒരു കുമ്പസാര രഹസ്യമാണ്. അദ്ദേഹം സംസാരിച്ച വിഷയത്തിൽ ഈ മനുഷ്യൻ്റെ നിരപരാധിത്വം ഇതിനകത്തുണ്ടോ എന്ന് തോന്നുമാറുള്ള പല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയണ്ടായി. ഇത് എന്നിലൊരു ജിജ്ഞാസ ഉളവാക്കി. എങ്കിലും ഈ ഇദ്ദേഹം മരിക്കുവോ, ഇദ്ദേഹത്തെ തൂക്കിലേറ്റാനായിട്ട് പോവുകയാണ് എന്നുള്ള വാർത്തയുമായിട്ടാണ് ഇത് അച്ഛൻ കണ്ട് സംസാരിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരിക, എനിക്ക് ഈ സബ്ജക്റ്റിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ബിക്കോസ് ഒരു ഡെത്ത് പെനാൽറ്റി ഈസ് നോട്ട് എ സൊല്യൂഷൻ. ഒരു ദിവസം ഞാൻ ഏകദേശം 2-3 ദിവസത്തിന് ശേഷം ഞാൻ രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കും, മലയാള മനോരമയിൽ ആൻ്റണിയെക്കുറിച്ചൊരു 4 കോളം ആർട്ടിക്കിൾ ഇതാണ്: ഇദ്ദേഹം ചെയ്ത കുറ്റം, ഇദ്ദേഹം അണ്ടർഗോ ചെയ്തതായിട്ടുള്ള ജുഡീഷ്യൽ പ്രോസസ്, അതിനുശേഷം പ്രസിഡന്റ് ദയാഹർജി തള്ളി, ഇദ്ദേഹത്തെ തൂക്കിലേറ്റാനായിട്ട് പൂജപ്പുരയിൽ തയ്യാറെടുപ്പുകൾ ദ്രുതഗതിയിൽ നടക്കുന്നു. കയറ് ഒരുങ്ങി, ആരാച്ചാരുടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് വർഷങ്ങൾക്ക് ശേഷം റിപ്പർ ചന്ദ്രനെ തൂക്കിയതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നത്. വലിയ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ഒരെണ്ണം പൂജപ്പുരയിൽ തിരുവനന്തപുരത്ത് നടക്കാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു വാർത്തയായിരുന്നു. അതിൻ്റെ ലാസ്റ്റിൽ ഒരു ലൈൻ ആ ലേഖകൻ എഴുതി, ആൻ്റണിയുടെ കുടുംബവും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്, ആൻ്റണിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു ലൈൻ എഴുതേണ്ട കാര്യമില്ല, കാരണം വാദമൊക്കെ കഴിഞ്ഞു. ഇനി എന്ത് വാദിക്കാൻ, ഇനി തൂക്കിലേറ്റുക എന്നുള്ളത് മാത്രമേ. പക്ഷെ ഐ സി
an unseen hand of God in that one line. അതിനകത്ത് പറഞ്ഞത് ആൻ്റണിക്ക് വേണ്ടി വാദിക്കാൻ അന്ന് രാവിലെ ഞാൻ വായിച്ചതായിട്ടുള്ള ബിബ്ലിക്കൽ ഡിവോഷനിൽ ബദ്ധന്മാരുടെ വിടുതൽ, ജയിലിലുള്ള ശുശ്രൂഷയെക്കുറിച്ചുള്ളൊരു, ഞാനപ്പോൾ ഈ ഇന്ത്യയിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജയിലായ തിഹാർ ജയിലിൽ പ്രിസൺ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ, കത്തോലിക്ക സഭയുടെ പ്രിസൺ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്നുള്ള സംഘടനയെ വളരെ അടുത്ത് ഇടപെട്ട് അവിടെ ആരുമില്ലാതെ കിടക്കുന്ന ആൾക്കാരെ പുറത്തിറക്കാനായിട്ടും അവർക്ക് ബെയിൽ ബോണ്ട് കെട്ടാനായിട്ടൊക്കെയുള്ള എൻ്റെ ഒരു ക്ലയൻറ്റ് മുഖേന ഈ ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട്. പൂജപ്പുര എനിക്കറിയത്തില്ല, ഞാൻ ജയിലിൽ പോയിട്ടില്ല. ജയിലിലുള്ള കേരളത്തിലെ ജയിലിലെ കക്ഷികളെ വിസിറ്റ് ചെയ്തിട്ടില്ല. എനിക്കുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒരു തിഹാറിലെ ഒരു ജയിലെന്നുള്ള ഒരു രീതിയിലാണ്. ഞാൻ സംതിങ് ഇൻ മീ and I think it is an uttering of God's voice which told me file a case. ഇതും നേരത്തെ പറഞ്ഞാൽ നോ ക്ലയൻറ്റ്, എനിക്ക് കക്ഷിയില്ല, പക്ഷെ എന്നോട് സംതിങ് ഇൻ മീ സെയിങ് ഈ കേസ് ഇടപെടണം. ഞാൻ നോക്കിയപ്പം വധശിക്ഷയ്ക്ക് ദയാഹർജി തള്ളിയ ഒരു മനുഷ്യൻ്റെ ഞാനിനി എങ്ങനെ ഇടപെടാം? എനിക്ക് ഇയാളെ ആരാന്നറിയില്ല, ഇയാളുടെ കേസ് എന്താണെന്നറിയില്ല, ഇയാളുടെ ഫയലുകൾ എൻ്റെ ഇല്ല. പക്ഷെ അപ്പോഴത്തേക്ക് എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് കുറേ കാര്യങ്ങളൊക്കെ നെറ്റിലുമൊക്കെ നോക്കി. എൻ്റെ ഒരു സുഹൃത്തിനെ, ഞാൻ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറെ വിളിച്ച് കുറച്ച് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായി. കാരണം അദ്ദേഹം ഇതുമായിട്ട് അല്പം ഇൻവോൾവ് ആണെന്ന് മനസ്സിലായി. എനിക്കൊരു കാര്യം മനസ്സിലായി. സുപ്രീം കോടതി ഒരു രാത്രിയിൽ ഒരു തീവ്രവാദികളെ തൂക്കിക്കൊല്ലുന്നതിനെ കുറിച്ചുള്ള ഒരു ഹിയറിംഗ് നടത്തിയാണ്. മുഹമ്മദ് ആരിഫ് എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റിൽ അത് തീരുകയും ചെയ്തു. ആ ജഡ്ജ്മെൻറ്റിനകത്ത് ഒരു വാചകം എനിക്കൊന്ന് എൻ്റെ ക്ലോസിങ്ങിലേക്കാണ്. തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ടവർ എന്നാൽ തൂക്കുമരത്തിലേക്ക് പോകാത്തവർ ഈ ഇൻ്ററൈം പീരിയഡ് 30 ദിവസത്തിനുള്ളിൽ ഒരു ആപ്ലിക്കേഷൻ സുപ്രീം കോടതിയിൽ ഒരു റിവ്യൂ എന്ന രൂപേണ ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് തൂക്കിലേറ്റുന്നതിന് മുമ്പ് 30 മിനിറ്റ് ഇവരെ കേൾക്കാനായിട്ട് ഉള്ളൊരു സാവകാശം കൊടുക്കണം എന്ന് അത് ഞാൻ വായിച്ച് എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. അതിൻ്റെ ചൂട് പിടിച്ച് ഞാനൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തു. ഇതിനകത്തൊരു പബ്ലിക് ഇൻട്രസ്റ്റും ഇല്ല, അതൊരു മെയിൻറ്റൈനബിൾ ആയിട്ടുള്ളൊരു കേസല്ല. കാരണം എന്ത് പബ്ലിക് ഇൻട്രസ്റ്റ്? ഒരാൾ ഒരു ക്രിമിനലിനെ തൂക്കിക്കൊല്ലുന്നതിനകത്ത് തന്നെ പബ്ലിക് ഇൻട്രസ്റ്റ്. ഞാനിവിടെ പൂജപ്പുര സ്വദേശിയായ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ജയകുമാർ നായർ, അദ്ദേഹം ഒരു RSS അനുഭാവിയാണ്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, പെറ്റീഷനായിട്ട് നിൽക്കാവോ? കാരണം പൂജപ്പുരയാണ്, നിങ്ങളുടെ സ്ഥലമാണ്. അവർ നിൽക്കാം. ഞാൻ പറഞ്ഞു ശരി. അപ്പം ഇങ്ങനെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു, അയ്യോ ഇത് വലിയ ക്രിമിനലാണല്ലോ, ഇതെങ്ങനെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ ഇതൊന്ന് സൈൻ ചെയ്യുക, ഈ പൂജപ്പുര നിങ്ങളുടെ വില്ലേജ് ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അദ്ദേഹത്തെ കൊണ്ട് ഈ അഫിഡവിറ്റ് സൈൻ ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. ഈ മുഹമ്മദ് ആരിഫ് ജഡ്ജ്മെൻറ്റിൽ കൊടുത്ത ആനുകൂല്യം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഈ 30 മിനിറ്റ് ഇദ്ദേഹത്തിന് കൊടുക്കണം, ഇദ്ദേഹത്തെ തൂക്കരുത്. അപ്പോൾ ഇവിടെ തയ്യാറെടുപ്പുകൾ മുഴുവൻ നടത്തി എന്നുള്ളതാണ്. ബ്ലാക്ക് വാറണ്ട് പ്രതീക്ഷിച്ചിരിക്കും. ബ്ലാക്ക് വാറണ്ട് വന്നു. ബ്ലാക്ക് വാറണ്ട് വന്നു. അവർ എക്സിക്യൂഷൻ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ എടുത്തു. ഡോക്ടർ മെഡിക്കൽ ചെക്കപ്സ് നടത്തി. ലാസ്റ്റ് റിലീജിയസ് റൈറ്റ്സ് കൺഫെഷൻസും ഒക്കെ നടത്തി. എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു. അതിനകത്ത് പരിപാടി മുഴുവൻ അവസാനിച്ചു. ഉള്ളി ഹാങ്ങിങ് പുട്ടിമിന്റെ കോഫിൻ അതേ ഉള്ളൂ. അതിനകത്തുള്ളൊരു ഡെത്ത് സർട്ടിഫൈ ചെയ്ത് ആക്ച്വൽ എക്സിക്യൂഷൻ. അപ്പോഴാണ് ഈ ഇതുമായിട്ട് സുപ്രീം കോടതി മുമ്പിൽ സുപ്രീം കോടതി എന്നെ നിശിതമായിട്ട് വഴക്ക് പറഞ്ഞു. ഹു ആർ യു, വൈ ആർ യു ഹിയർ, വാട്ട് ഈസ് ദിസ് കേസ്? ഞാൻ പറഞ്ഞു വാട്ട് എവർ ഇറ്റ് മേ ബി, ദിസ് പേഴ്സൺ, ദിസ് ഈസ് എൻ ഇറവേഴ്സിബിൾ പണിഷ്മെന്റ്. ഇവനെ നാളെ തൂക്കരുത്. ജസ്റ്റ് ഹിയർ മീ. ഞാൻ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് കേസില്ലല്ലോ. എന്റെ കേസ് എന്താന്ന് ചോദിച്ചാൽ എന്താന്ന് പോലും എനിക്കറിയില്ല. ഇവനെ തൂക്കരുത്, നാളെ തൂക്കരുത്. ഈ 30 മിനിറ്റ് ഹിയറിംഗ് ദയവ് ചെയ്ത് ഇവന് കൊടുക്കണം. അതേപ്പം അദ്ദേഹത്തിന്റെ അഭിഭാഷകനൊക്കെ ആ സമയത്ത് ഒരു ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സമയമാണ്. ഇത്രയും വർഷം നടക്കുന്ന ആളാണ്. ഈ അണ്ടർടേക്കിങ്ങിന്റെ പുറത്ത് ഞാൻ പറഞ്ഞു, ഐ വിൽ പേഴ്സണലി ബ്രിങ് ഓൾ റെക്കോർഡ്സ് ടു സാറ്റിസ്ഫൈ ദിസ് കോർട്ട്. ഐ വിൽ പ്രൊഡ്യൂസ്, പ്ലീസ് ഡോണ്ട് ഹാങ്. ഇത്രയും ഉള്ളൊരു കെഞ്ചി അപേക്ഷ കേട്ട് സുപ്രീം കോടതി പറഞ്ഞു സ്റ്റേ. ഓക്കെ,
അങ്ങനെയാണ് സ്റ്റേ ചെയ്തത്. അങ്ങനെയാണ് സ്റ്റേ ചെയ്ത പിറ്റേ ദിവസം രാവിലെ ഞാനൊരു ഫ്ലൈറ്റ് എടുത്ത് ഈ പാർട്ടി ഒന്ന് കാണണമല്ലോ, ഇത് ആരാണ് ഈ 6 പേരെ മഹാൻ കൊന്ന ഒരു മനുഷ്യനെന്ന് പറയുന്ന അദ്ദേഹത്തെ ഞാൻ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയി കണ്ടു. അപ്പോഴാണ് ഒരു കൃഷികാത്തനായ ഒരു മനുഷ്യൻ നടന്നത്. ഞാനപ്പോൾ ഇയാളോട് കണ്ട അതേപോലെ ചോദിച്ചോ, താനാണോ ഈ 6 പേരെ കൊന്നത്? ഇയാളോട് അയാൾ ചിരിച്ചു, സാർ പറഞ്ഞിങ്ങനെ ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. പാസ്റ്ററോടെ പോയി നമ്മുടെ അഡ്വക്കേറ്റ് ഡാനിയൊക്കെ ഇൻവോൾവ് ആയി, അത് വക്കാലത്തൊക്കെ മേടിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കേസ് ഫയലൊക്കെ കിട്ടി, ഒരു ചാക്ക് ഫയൽ കിട്ടി. ആ ഫയലുകൾ ഓരോ ദിവസം പഠിക്കുമ്പോഴും ഇന്ത്യൻ നിയമവ്യവസ്ഥയും ഇന്ത്യൻ പോലീസ് സംവിധാനത്തിലുമുള്ള ചില അപാകതകൾ മനസ്സിലാക്കി, ചില അടിയൊഴുക്കുകൾ ഒക്കെ എനിക്ക് മനസ്സിലാക്കിയിടയായി. അതൊന്നും എനിക്ക് ഈ സമയത്ത് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ സുപ്രീം കോടതിന് മുമ്പിൽ ഈ 30 മിനിറ്റ് എന്നുള്ളത് ഞങ്ങൾ ഈ സമയത്ത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് വന്നത് ഡെത്ത് പെനാൽറ്റി ക്ലിനിക്, നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ ഡെത്ത് പെനാൽറ്റി ക്ലിനിക് അസോസിയേറ്റഡ് ആയി പല ലോയേഴ്സ് വന്ന് ഇൻവോൾവ് ആയി. എന്ത് പറയണ്ടു, ആൻ്റണിയുടെ കേസ് ഒരു സംഭവമായി. ഞങ്ങളത് പഠിച്ച് കേസിനെ കുറിച്ച് വിധി ഇപ്പോഴും കുറ്റവാളി എന്നുള്ള നിലയിൽ തന്നെ നിൽക്കുന്നു. എന്നാൽ അത് പഠിച്ചവരും അതിനെ മനസ്സിലാക്കിയവരും അതിൻ്റെ ഓരോ പേജുകളിലും കിടക്കുന്ന, പാസ്റ്റർ എന്നോട് ആദ്യം ചോദിച്ചല്ലോ, നിങ്ങൾ കള്ളം പറയുമല്ലോ, സത്യം എന്താണെന്നുള്ള അന്വേഷണം ഇന്നും ഒരു അന്വേഷണമായിട്ട് നിൽക്കുക. കണ്ടെത്തലുകളെല്ലാം സത്യങ്ങളല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്നാൽ ഈ 30 മിനിറ്റ് എന്നുള്ളത് ഞാൻ പറയും ദൈവകൃപയാണ്. It's God's grace. God had in His infinite grace had mercy on that man. He just used me as an instrument. എന്നെ ചുമ്മാ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് എന്നെ ഉപയോഗിച്ചു. പക്ഷെ ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് കാണാനായിട്ട്, ഇന്ന് വിധിക്ക് ശേഷം ഞാൻ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിക്കും. ആ 30 മിനിറ്റ് എന്നുള്ളത് ഞങ്ങൾക്ക് 3 ദിവസം കിട്ടി. ഓക്കെ. വിശദമായി സുപ്രീം കോടതി ഇതിനെ കേട്ടു. കൺവിക്ഷനിലേക്ക് അധികം ഇറങ്ങാനായിട്ടൊക്കെ കോടതി ഇങ്ങനെ വെമ്പുമായിരുന്നു. കോടതി ഒരു കാര്യം പറഞ്ഞു, സുപ്രീം കോടതി ഫസ്റ്റ് റൗണ്ടിൽ ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ച വിധി തെറ്റ് എന്ന് സുപ്രീം കോടതി അംഗീകരിക്കുകയുണ്ടായി ഈ റിവ്യൂവിൽ. അങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ദയാഹർജി തള്ളിയ ഒരു കേസിൽ ലൈഫ് ഇംപ്രിസൺമെൻ്റായി ഇത് കമ്മ്യൂട്ട് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ നമ്മൾ പോയായിരുന്നല്ലോ കാണാൻ ക്രിസ്മസിന് പുള്ളി പറഞ്ഞ പോലെ ആൻ്റണിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, നിങ്ങൾക്കിത് കർത്താവിൻ്റെ ജനന പെരുന്നാളാണ്, എന്നെ സംബന്ധിച്ച് ഇതൊരു ഉയർത്തെഴുന്നേൽപ്പ്. അതല്ലേ? അങ്ങനെയല്ലേ? ഉയർത്തെഴുന്നേൽപ്പാണ്. ഉയർത്തെഴുന്നേൽറ്റ് ഇങ്ങനെ എനിക്ക് പക്ഷേ പറയാനുള്ളത്, ഇതേപോലുള്ള പല ഉയർത്തെഴുന്നേൽപ്പലുകൾ നമ്മുടെ നിയമ സംവിധാനത്തിൽ നടക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ചിലതൊക്കെ മരിച്ചെന്ന് വിചാരിച്ച് അടക്കിയതാ, പക്ഷേ കർത്താവ് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ 3-ാം നാളിൽ റിസറക്ഷൻ ഇൻ ട്രൂത്ത്. അത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും, ഒരു സബ്ജുഡീസ് മാറ്റർ ആയതുകൊണ്ട് ഒരു കോർട്ട് ഡിസൈഡ് ചെയ്ത മാറ്ററാണ്, ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയാനായിട്ട് ശരിയല്ല. ഞാനൊരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ, ഈ സംവിധാനത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും, there is resurrection in truth. അതിനുവേണ്ടി ചിലരൊക്കെ ഒന്ന് അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഉയർത്തെഴുന്നേക്കും. ഇതിനോട് അനുബന്ധിച്ച് എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ ഈ ആൻ്റണിയെ തൂക്കാനിരുന്നതിൻ്റെ തലേന്നാണ് പൂജപ്പുര ചെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വക്കാലത്തും കൂടെ ഒപ്പിട്ട് മേടിക്കണമായിരുന്നു. അപ്പം ആ ദൗത്യം എന്നെയാണ് ഇദ്ദേഹം ഏൽപ്പിച്ചത്. എനിക്കാണെങ്കിൽ പൂജപ്പുര സെൻട്രൽ ജയിലുമായിട്ട് അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് അവകാശം കൊണ്ട് ഓടി അവിടെ ചെന്നപ്പോൾ അന്ന് അവിടെ ഇരുന്ന് സൂപ്പറുണ്ട്, ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനൊരു വാശിയായിരുന്നു ഇദ്ദേഹത്തെ തൂക്കരുതെന്ന്. അതിൽ അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ട് കണ്ടം സെല്ലിന് അകത്ത് പോയപ്പം ഈ തൂക്കുമരത്തിലേക്ക് നടക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ മനുഷ്യൻ്റെ മുഖം, ഇതൊക്കെ നേരിട്ട് കാണാനുള്ളൊരവസരം എനിക്ക് കിട്ടി. ആ മനുഷ്യൻ്റെ മുഖത്തെ, അന്നത്തെ ആ ഒരു ഭാവവും ഇല്ലാത്തൊരു മുഖം. പക്ഷേ അതേ മനുഷ്യനെ
കഴിഞ്ഞ ക്രിസ്മസിന് മുമ്പ് ഞങ്ങൾ രണ്ടും കൂടെ പൂജപ്പുര പോയി കണ്ടപ്പം ആ മനുഷ്യൻ്റെ മുഖത്തെ ചിരി, അദ്ദേഹത്തിൻ്റെ സന്തോഷം, അദ്ദേഹം ജീവൻ തിരിച്ചു കിട്ടിയ ഒരു മനുഷ്യൻ്റെ സന്തോഷം, അതായത് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ മുഖവും ജീവൻ കിട്ടിയപ്പോഴുള്ള ആ മനുഷ്യൻ്റെ മുഖവും, ഈ രണ്ട് മുഖവും കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാനിന്ന് അദ്ദേഹത്തെ കൂടി ഇരുത്തി ഞാൻ നിങ്ങളോടെല്ലാം പറയുകയാണ്, അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരു ജീവൻ തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം, അങ്ങനെയെങ്കിൽ നിത്യജീവൻ കിട്ടുമ്പോൾ എന്തുമാത്രം നമ്മൾ സന്തോഷിക്കണം. നമ്മൾ ഇതുപോലെ മരണത്തിലേക്ക് നമ്മൾ അടിവെച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പകരമായിട്ട് ഒരാൾ മരിച്ച് നമ്മളെ രക്ഷപ്പെടുത്തി. അപ്പം ആ ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കണം നമുക്കെന്നുള്ളത് ഒരു ഇത്തരണത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുന്നത് കൊള്ളാം. എന്തായാലും എനിക്ക് ഇതിൽ നിന്ന് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതെ, അതിന് പക്ഷെ നമുക്ക് വിലയില്ല. അതെ, അതെ, തീർച്ചയായിട്ടും ഇതിന് ദൈവം ഒരു നിമിത്തമായി, ഒരു മുഖാന്തരമായി പ്രിയ സഹോദരനെ ദൈവം ഉപയോഗിച്ചു എന്ന് താൻ പറഞ്ഞു. വളരെ താഴ്മയോടെ താനത് പറഞ്ഞു. ദൈവകൃപയാണ്, അല്ല വേറൊന്നും അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. അതുകൊണ്ടല്ലേ ഒരു പ്രതീക്ഷയില്ലാതെ അവിടെ ആ ഏകാന്ത തടവിൽ കടന്ന ആ മനുഷ്യനെ ആരും തിരക്കാനില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും ആരും ഇപ്പോൾ അവിടെ വരുന്നില്ല, ഇനി തിരിച്ചിറങ്ങുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇരുളടഞ്ഞ മുറിയിലേക്ക് ഒരു തരി വെട്ടവുമായിട്ട് ഈ പറഞ്ഞ പോലെ ദൈവം തന്നെ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് പുറത്ത് ജീവനിലേക്ക് കൊണ്ടുവന്നതുപോലെ കൊണ്ടുവന്നു. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, ഈ കർത്താവിൻ്റെ കണ്ണ് സകലയിടത്തും എത്തുന്നു. ഒരു പക്ഷേ നമ്മൾ നിരാശയിലെയോ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കാം ഈ പറഞ്ഞ പോലെ യേശു നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ആ യേശുവിൻ്റെ സ്നേഹം 2000 കൊല്ലം മുമ്പ് ആ കാൽവറി ക്രൂശിൽ താൻ നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ ശിക്ഷ അവൻ അനുഭവിച്ച് കഴിഞ്ഞു. ഇന്ന് അതൊന്നും നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. എനിക്ക് പകരമായിട്ടാണ് അന്ന് യേശു ക്രൂശിലേറിയത് എന്നുള്ളതൊന്ന്, ദൈവത്തിനായ യേശു എൻ്റെ സ്ഥാനത്ത് മരിച്ചു എന്നുള്ളതൊന്ന് വിശ്വസിച്ചതെന്ന് ഏറ്റു പറഞ്ഞാൽ തന്നെയും നമ്മൾ രക്ഷിക്കപ്പെടുമെന്നാണ് ബൈബിൾ പറയുന്നത്. അത് സത്യമാണ്. ഞങ്ങളൊക്കെ എൻ്റെ സാക്ഷികളാണ്. അവിടെ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് ഇനി എനിക്ക് ജീവിക്കാൻ തന്നെ എനിക്ക് അവകാശമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ആ ആൻ്റണിയുടെ മരണം ഈ പറഞ്ഞൊരു ശാരീരിക മരണം മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ ബൈബിൾ പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് മരിച്ചവരാണ്, അല്ലേ? ആ നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി ഇത്തരണത്തിലെന്ന് പറയുകയാണ്. ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ, ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്ത്യയിലെ പല ജയിലുകളിൽ നിന്നും ഇതുപോലെ കോളുകൾ, അവരുടെ ബന്ധുക്കളാണ്. എനിക്ക് ചില ഒന്നും പറയാൻ സാധിക്കില്ല പേരുകളൊന്നും. പക്ഷേ ഇതുപോലെ 4 ജയിലുകളിൽ എനിക്ക് ഇന്ന് കോൾ വന്നു. വധശിക്ഷ കാത്ത് കിടക്കുന്നവരുടെ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി വധശിക്ഷയായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയൊരു ക്യാമ്പയിൻ ഞാൻ ഒന്ന് തുടങ്ങണം. എനിക്ക് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും നിയമ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ എനിക്കൊരു അപ്പീലുണ്ട്. നിങ്ങളുടെ വലിയ സർവീസ് ഇതിനൊക്കെ ആവശ്യമാണ്. ഇത് ഒരു ഒറ്റയാൾ പട്ടാളമായിട്ടൊക്കെ ഇത്രയ്ക്കൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന് വേണ്ടി നിങ്ങൾ ഇവിടെ കേസില്ലാ വക്കീൽ എന്നുള്ളൊരു ഇതില്ല, കേസ് ഇഷ്ടം പോലെ ഉണ്ട്. ഫീസ് ചിലപ്പോൾ കിട്ടില്ല എന്നായിരിക്കാം, പക്ഷേ കേസ് നമ്മൾ നടത്തി കഴിയുമ്പോൾ വിനുഹനായ ദൈവം ഫീസുകളൊക്കെ നമുക്ക് എത്തിക്കും. നമുക്ക് അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇൻകം ടാക്സ് കൊടുക്കുന്ന, നല്ല ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരു വക്കീലാണ്. എന്നെ ഫീസില്ലാത്ത വക്കീലാക്കി ദൈവം കൈവിട്ടില്ല. എനിക്ക് അതുകൊണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള നിയമ വിദ്യാർത്ഥികളോട് പറയാം, ഇങ്ങനെയുള്ള കോഴ്സുകൾ ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾ വോളണ്ടിയർ ചെയ്യണം. നമ്മുടെ കേരളമല്ല ഇന്ത്യ, കേരളത്തിന് പുറത്ത് ഇന്ത്യയുണ്ട്. ഇവിടെ നിയമം നിഷേധിക്കപ്പെട്ട ഇഷ്ടം പോലെ ആൾക്കാർ ജയിലുകളിൽ കിടപ്പുണ്ട്. ഇത്രയും വിദ്യാഭ്യാസവും സാക്ഷരതയൊക്കെ ഉള്ള നമ്മുടെ കേരളത്തിൽ ഇത് ഒക്കെ ഉണ്ടെങ്കിൽ കേരളത്തിന് പുറത്തൊക്കെ ഇഷ്ടം പോലാണ്. ഹ്യൂമൻ റൈറ്റ് ഈസ് വയലേറ്റഡ് എവറി സെക്കൻഡ് ഇൻ അവർ കൺട്രി. ഇന്ന് നമുക്ക് എല്ലാത്തിനും കോർട്ടുണ്ട്. ഞാനിപ്പോൾ അടുത്ത പെറ്റീഷൻ റെഡിയാണ്. കൊമേഴ്ഷ്യൽ കോർട്ടുണ്ട്, നമുക്ക് സ്ത്രീകളുടെ ഇതിന് കോർട്ടുണ്ട്. പക്ഷേ ഒരു ഹ്യൂമൻ റൈറ്റ്സിനൊരു കോർട്ട് ഇന്ന് നിയമവ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഹ്യൂമൻ റൈറ്റ്സിന് കോർട്ടില്ല. ഹ്യൂമൻ റൈറ്റ് എപ്പോഴും വയലേറ്റഡ് ആണ്. ഇവിടെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി ആരും തന്നെ നിലനിൽക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾക്ക് വോളണ്ടറി ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസിൽ, ഇങ്ങനെ ഡെത്ത് സെൻറ്റൻസ് വെയിറ്റ് ചെയ്യുന്നവർ, ഇവരുടെയൊക്കെ സത്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നമുക്കിവരെ ലൈഫ് നിഗേറ്റ് ചെയ്യാൻ, ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതിനെ നമുക്ക് എടുത്ത് ചീന്തി മാറ്റാനായിട്ട് മനുഷ്യർക്ക് ഒരു അധികാരമില്ല. അല്ലെങ്കിൽ നമ്മളുടെ നിയമവ്യവസ്ഥയും നമ്മുടെ ഇൻവെസ്റ്റിഗേഷനും അത്ര ഫുൾ പ്രൂഫും ഫോറൻസിക് റിലേറ്റഡും സയൻറ്റിഫിക്കും ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു ബേർഡനുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കൺവിക്സിനെയൊക്കെ ഒന്ന് കണ്ട് ഇവരെക്കുറിച്ചൊക്കെ
ഒരു സ്റ്റഡിയൊക്കെ നടത്തുകയാണെങ്കിൽ ഇതിന് വലിയ വലിയ അതെ അതെ കാര്യങ്ങൾ സാധ്യതകളുണ്ട്. സാധിക്കും. ദൈവസഭയ്ക്ക് ഒരു 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 ഉത്തരവാദിത്വ ഇക്കാര്യത്തിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നിയമ പഠനവും മറ്റുമൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ ഇങ്ങനെയുള്ള നല്ല കാരണങ്ങൾ, നല്ല കോസിനായിട്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇറങ്ങട്ടെ. അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും സഭകളും കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത്രയും നേരം നമ്മൾ പല വ്യത്യസ്തമായ കേസുകളെ സംബന്ധിച്ചായി പറഞ്ഞു വന്നത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ കേസുകളിലൊക്കെ ഉള്ള എതിർകക്ഷികളെന്ന് പറഞ്ഞാൽ വളരെ ശക്തരാണ്. ഞാനിപ്പം പറയാതെ തന്നെ അറിയാം, ഇതിനകത്ത് എതിർകക്ഷികൾ വളരെ ശക്തരാണ്. പക്ഷേ ഇത്രയും ശക്തരായ എതിർകക്ഷികൾ ഉള്ളപ്പം ദൈവകൃപ ഒന്ന് മാത്രമാണ് ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കിപ്പം ഇതിൽ നിന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ എൻ്റെ കുടുംബത്തിലുമൊക്കെ ഇത് പറയും, അവരൊക്കെ ഇതിനെക്കുറിച്ചുള്ള പേടിയൊക്കെ പറയും. അപ്പോൾ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു സങ്കീർത്തനമുണ്ട്. അത് ഞാൻ എൻ്റെ മകനെയും പഠിപ്പിച്ചു, സാം 91. അത് ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ അനുഭവിച്ച് അറിയുന്നതാണ്. അത്യുന്നതൻ്റെ മറവിലാണ് വസിക്കുന്നത്. അതെ, മറവിൽ നമ്മൾ നിൽക്കണമെങ്കിൽ അടുത്ത് നിൽക്കണം. അതർവൈസ് യു വിൽ നോട്ട് ഫോൾ ഇൻ ദ ഷാഡോ. ഇഫ് യു ഹാവ് ടു ബി ഇൻ എ ഷാഡോ, ഞാൻ പാസ്റ്ററിന്റെ ഷാഡോയിലാണെങ്കിൽ ഐ ഷുഡ് ബി സോ ക്ലോസ് ടു യു സോ ദാറ്റ് ഐ ഫോൾ ഇൻ യുവർ ഷാഡോ. Unless and until I stand close to you, I will not be in your shadow. Exactly. അപ്പോൾ ആ ഒരു ക്ലോസ്നെസ്സിന് വേണ്ടിയുള്ള ഒരു 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 വെമ്പലാണ് എപ്പോഴും ഉള്ളത്. God keep me close to you so that I will be in your shadow. And if I am in your shadow, I am protected. The safest place. അല്ലാതെ ഞാൻ ഏതെങ്കിലും ആ ഷാഡോയിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഏതൊക്കെയാ ഇതിനകത്ത്, ആരൊക്കെയാ ഇതിനകത്ത്, ജീവനോടിരുന്ന് ഇങ്ങനെ പറയാൻ കാണത്തില്ല. പക്ഷേ God has a plan. ആ പ്ലാൻ ഫുൾഫിൽ ചെയ്യാതെ വി cannot leave this world. അത് ദൈവം നമ്മളെ ജന്മം തന്നപ്പം തന്നെ നമ്മളെ ചില വയേർഡായിട്ടാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. പെർഫോം സർട്ടൻ തിങ്സ് ഇൻ ദിസ് വേൾഡ്, ഇൻ ദിസ് സിറ്റി. അത് നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ ഗോഡ്സ് പ്ലാൻ ഫുൾഫിൽ ചെയ്യുക, അത് നമ്മൾ ചെയ്തെടുക്കും. അത് വിൽ ഡു ഇറ്റ്. അത് എത്ര ശക്തരായ ഒപ്പോസിഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് സാധിക്കും. ഇതൊരു പ്രൊഫഷനേക്കാളും കൂടുതൽ ഇതൊരു ഒരു കമ്മിറ്റ്മെന്റ് ആണ്, ഒരു കോളിംഗ് ആണ് എന്നുള്ള ബോധത്തോടു കൂടി നമുക്ക് ചെയ്യുമ്പോൾ വിൽ ബി പ്ലീസിങ് ഗോഡ്. എക്സാക്ട്ലി. അതാണ് എനിക്ക് ഇത്രയും കാലത്തുള്ള എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. ചില പ്രത്യേക കേസുകളെ കുറിച്ചാണ് ഇതുവരെയും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. തുറന്ന് ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് സഭകളോട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക്, പാസ്റ്റർമാർക്ക്, മിഷണറിമാർക്കൊക്കെ കൂടെ താല്പര്യം ഉണ്ടാവുന്ന ചില വിഷയങ്ങളൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ആദ്യമേ പറഞ്ഞേക്കാൻ കാശ് കരുത്തില്ല. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ പാസ്റ്റർമാർ സാറിന് ഞങ്ങളൊന്നിനും പൈസ കൊടുക്കത്തില്ല. ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഞങ്ങൾ സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് കാശ് തരാനില്ല. ഒന്ന്, ഈ ചർച്ച് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻ നമ്മുടെ ഇടയിലുണ്ട്. അത് എനിക്കറിയാം. ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പം ഈ സഭ നമ്മൾ എല്ലാവരും അങ്ങ് പറയും. പക്ഷേ പലപ്പോഴും നമ്മളൊക്കെ കൂടി നടക്കുന്ന സഭയാണോ സഭയല്ല എന്ന് ചിലർ പറയുന്നു. നമ്മളും തന്നെ ചിലപ്പം വിശ്വസിക്കുന്നു വചനപ്രകാരം സഭയാണ്, പക്ഷേ നിയമപ്രകാരം സഭയല്ല. ഇതൊരു വലിയൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സാധാരണ മനുഷ്യർക്കുള്ള ധാരണ, അത് ഈ ദിവസങ്ങളിൽ ആ ധാരണ ഇച്ചിരി ഉറക്കുകയാണ്. കാര്യം ഈ സർക്കാരും മറ്റും റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന സഭകൾ എന്നൊരു ചിന്തയുണ്ട്. അങ്ങനെ സർക്കാരുകൾ റെക്കഗ്നൈസ് ചെയ്യത്തക്കവണ്ണം ഒരു റെക്കഗ്നൈസ് ചെയ്യുന്നൊരു ബോഡി നമ്മുടെ ഇന്ത്യയിലുണ്ടോ? അങ്ങനെ ഒരു ബോഡി ഉള്ളതായിട്ട് അറിയത്തില്ല. മറ്റു മതങ്ങൾക്ക് അതുണ്ടെന്നുള്ള നമുക്കറിയാം. പക്ഷേ ഒരു ചർച്ചിനെ ചർച്ചാണെന്ന് സർട്ടിഫൈ ചെയ്യുന്നൊരു ലീഗൽ ബോഡി ഇല്ല. പിന്നെ വചനപ്രകാരം നമ്മളൊക്കെ സഭയാണ്, നമ്മളാണ് സഭ എന്ന് എല്ലാ സഭയും പറയും. പക്ഷേ സാധാരണ ഇപ്പോൾ റോമൻ കാത്തലിക് ചർച്ചിന് ആ പ്രശ്നം വരുന്നില്ല. അല്ലാത്തൊരു ഓർത്തഡോക്സ്, അല്ലാത്തിപ്പം CSI ആംഗ്ലിക്കൻ ചർച്ചുകൾക്കോ ഒന്നും ആ പ്രശ്നം. പക്ഷേ പെന്തക്കോസ്ത് ബ്രദറൻ, ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ, ഈ ചർച്ചുകൾക്കൊന്നും തന്നെ ഒരു വാലിഡിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു റിലീജിയസ് അല്ലെങ്കിൽ ലീഗൽ റെക്കഗ്നേഷൻ ഇല്ല എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി സംശയങ്ങളും ഒക്കെ ഈ ദിവസങ്ങളിലുള്ളത്. ഏതെങ്കിലും ഒരു ഡയസിസായിട്ട് ഫോംഡ് ആവണം. ഒരു ഡയസിസ് എന്ന് പറയുമ്പോൾ ആ ഡയസിസിൻ്റെ മേളിൽ തീർച്ചയായിട്ടും ഒരു ബിഷപ്പ് ഉണ്ടാവണം. ആ ബിഷപ്പാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചില സ്ഥാനചിഹ്നങ്ങളോ സ്ഥാനവസ്ത്രങ്ങളോ ഒക്കെ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ഒരുപാട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒത്തിരി ചാടിക്കയറി പലരും ഡയസിസ് ഫോം ചെയ്യുകയും ബിഷപ്പാകുകയും കുപ്പായിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിയാണ്. ഇതിനെക്കുറിച്ച് ഒരു അഭിഭാഷക നിലയ്ക്ക്, പ്രത്യേകിച്ച് ഡൽഹിയിലുള്ളൊരു അഭിഭാഷക നിലയ്ക്ക് വാട്ട് ഡു യു സേ? എന്താണ് ഒരു ചർച്ച എന്ന രീതിയിൽ ഞങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്കൊന്ന്
ചർച്ച ചെയ്യുന്നത് വളരെ പ്രയോജനമായിരിക്കും. പാസ്റ്റർ പറഞ്ഞ വിഷയം തന്നെ ഒരു ദിവസത്തെ സെമിനാറിനുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഒരു സെമിനാർ ഞങ്ങൾ വേണേൽ അറേഞ്ച് ചെയ്യാം. ഇതിനകത്ത് ചർച്ചിനെ നമ്മൾ കാണേണ്ടത് ചർച്ചിനെ ലോയിൽ എവിടെയാണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. റിലീജിയൻ നമ്മളിപ്പോൾ പറയുന്നുണ്ട്. നമ്മൾ എങ്ങും തന്നെ റിലീജിയൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, അത് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കും. ചേർച്ച് ഉള്ള പദത്തിൻ്റെ 2 ഡെഫിനിഷനേ വരുന്നുള്ളൂ. ഒന്ന്, ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട് 1872 അതിൽ ചേർച്ച് എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ സെക്ഷനിൽ പറയുന്നുണ്ട്. രണ്ടാമത് ചേർച്ച് എന്ന് ഉപയോഗിക്കുന്നത് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 അതിനകത്ത് ചേർച്ച് എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. 1991 ഉണ്ടാവാൻ കാരണം ബാബറി മസ്ജിദിന് ഇനി ഇഫ് എനിവൺ കൺവേർട്സ് എ പ്ലേസ് ഓഫ് റിലീജിയസ് വർഷിപ്പ് ഇൻ ടു സംതിങ് അതർ ദാൻ റിലീജിയസ് വർഷിപ്പ് ദാറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ. അതാണ് 1991 ആക്ടിൻ്റെ ഒരു മീനിങ്. ഈ 1872 ആക്ടിലെ ചേർച്ച് എന്ന് പറയുമ്പോൾ ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട്, ചേർച്ച് ഓഫ് സ്കോട്ട്ലൻഡ്, റോമൻ കാത്തലിക് ചേർച്ച്, എപ്പിസ്കോപ്പൽ ചേർച്ചസ്, ചേർച്ച് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു. ശ്രീലങ്ക, ബർമ, സിലോൺ, CAPBC, അതായത് ചേർച്ച് ഓഫ് പാകിസ്ഥാൻ, ഇന്ത്യ, സിലോൺ ആൻഡ് ബംഗ്ലാദേശ്, ബർമ, CAPBC. അത് ഈ ഇതിനൊക്കെ മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്കൊരു ഇന്ത്യൻ ചേർച്ച് ആക്ട് ഉണ്ടായിരുന്നു. 1927 ബ്രിട്ടീഷുകാരുടെ കാലത്ത് അതൊരു ഇന്ത്യൻ ചേർച്ച് മെഷറായി. അതിലൂടെയാണ് CNI ചർച്ചിൻ്റെ ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇൻ ഇന്ത്യയുടെ ഒരു പ്രോപ്പർട്ടി ട്രാൻസിഷൻ നടന്നത്. CNI ചർച്ചിനെ വളരെ കേസുകൾ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ആണ്. അപ്പം അതാണ് ഈ CAPBC എന്ന് പറഞ്ഞ ഇന്ത്യൻ ചേർച്ച് ആക്ട് 1927, ഇന്ത്യൻ ചേർച്ച് മെഷർ 1929. അതിനുശേഷം ബ്രിട്ടീഷ് ഇതൊക്കെ മാറി ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഈ ചേർച്ച് എന്നുള്ള പദം 2 രീതിയിലാണ് കോടതി വിധികളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വൺ ഈസ് എ ടെമ്പറൽ, അനദർ ഈസ് സ്പിരിച്വൽ. ഈ സഭാ തർക്കങ്ങളിലും ഒക്കെയുള്ള വിഷയങ്ങളിൽ ഈ ടെമ്പറൽ ആൻഡ് സ്പിരിച്വൽ ഹെഡ് ആരാണ് എന്നുള്ള ഒരു തർക്കമൊക്കെയാണല്ലോ നിലനിൽക്കുന്നത്. അപ്പൊ ടെമ്പറൽ എന്നുള്ളതിന് ചേർച്ച് ഒരു ബിൽഡിംഗ്, ഒരു അസറ്റ് ബേസ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ചേർച്ച് എന്നുള്ളത് നമ്മൾ മണവാട്ടി സഭ എന്നൊക്കെ പറയുന്നത് സ്പിരിച്വൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കാരണം നമ്മളൊരു ലീഗൽ എക്സ്പ്രഷനിൽ നമുക്ക് പോയിട്ട് ഒരു ലീഗൽ ഡോക്യുമെന്റിൽ വാട്ട് ഈസ് ചേർച്ച് എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ വേർ ഇസ് ദ ബോഡി? See, law understands and a literal interpretation. In every word is given a literal meaning to. എന്നാണ് ലോയുടെ ഇന്റർപ്രിട്ടേഷൻ പറയുന്നത്. Unless and until it is causing a confusion or a mischief, no other interpretation should be given എന്നാണ് ലോയുടെ പൊസിഷൻ. അങ്ങനെയുള്ളപ്പോൾ ഒരു ലിറ്ററലായിട്ട് ചോദിക്കുക, നമ്മളിപ്പം ആരെങ്കിലും ഒരു ഗവൺമെന്റ് ഡോക്യുമെന്റിൽ ചേർച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് അവർ ചോദിക്കും പ്രൊഡ്യൂസ് ദ ബോഡി, അല്ലെങ്കിൽ ബ്രൈഡ്. അപ്പം പറയും വിഷയം മാറി, ഒരു മാരേജ് ആയി, ബോഡി എന്ന് പറഞ്ഞാൽ ഡെത്ത് ആയി, അങ്ങനെ ലിവിങ് പേഴ്സൺ എന്നുള്ള ഒരു ഈ കോർട്ട് അല്ലെങ്കിൽ നിയമം റെക്കഗ്നൈസ് ചെയ്യുന്ന ഇതിൽ ചേർച്ച് എന്നുള്ളതിനെ എല്ലാം ഒരു ടെമ്പറൽ ആസ്പെക്റ്റിലാണ് നമ്മളിതിനെ കാണുന്നത്. കോടതി ഭാഷ that defines the estate of that religious denomination. സ്വത്ത് എന്നുള്ളതാണ് ചേർച്ച് എന്നുള്ളതിൽ ഈ ടെമ്പറൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്. സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അത് വേറൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെയാണ്. അതിനെ ഒരു ലീഗൽ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാനായിട്ട് സാധ്യമല്ല. ഇന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ഒരു സൊസൈറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റ് കമ്പനി ആയിട്ട്, നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി. പണ്ട് സെക്ഷൻ 25 ആയിരുന്നു, ഇപ്പോൾ കമ്പനീസ് ആക്ട് മാറി ഒരു കമ്പനി ആയിട്ട് തന്നെ നിലനിൽക്കാം. അപ്പോൾ ഒരു ട്രസ്റ്റ്, ഒരു സൊസൈറ്റി, ഒരു കമ്പനി, ഇതാണ് 3 ഫോംസ് ഓഫ് ലീഗൽ എക്സിസ്റ്റൻസ് ഓഫ് എ ബോഡി. അതിനകത്ത് ഒരെണ്ണം കൂടെ പറയും അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ഫ്യൂ പീപ്പിൾ കം ടുഗദർ, ഇറ്റ് ഫോംസ് എൻ AOP, ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആയിട്ടും. അതൊക്കെ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, എ ട്രസ്റ്റ്, എ സൊസൈറ്റി, ഒരു കമ്പനി. ഈ 4 സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് വേണം ഏതൊരു എൻറ്റിറ്റിയും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഈ മെയിൻ ലൈൻ
സൈഡ് ലൈൻ, ബൈ ലൈൻ ചർച്ചസ് എന്നൊക്കെയുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ നിങ്ങളുടെ നമുക്ക് തമ്മിൽ ഉള്ളത്. നിങ്ങളുടെ പാസ്റ്റേഴ്സ് ടെർമിനോളജിയാണ്. മെയിൻ ലൈൻ ഏതാ, സൈഡ് ലൈൻ ഏതാ, വേർപെട്ട സഭ ഏതാണ്, വേർപെട്ട നാമധേയ സഭ ഏതാണ്, അതൊക്കെ ദാറ്റ് ഈസ് ഓൾ യുവർ. പക്ഷെ ഇൻ ലോ ഏത് ചർച്ചിനെ എടുത്താലും ഈ ഒരു 4 കോർണേഴ്സ് ഓഫ് ലീഗൽ എക്സിസ്റ്റൻസി നിന്നുകൊണ്ട് അതിനകത്ത് നിൽക്കണം. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് അതാണ്. ഇപ്പൊ നമ്മൾ വലിയ സഭകൾ എടുത്താലും ചിലതൊക്കെ ട്രസ്റ്റാണ്, അതെ അതെ, ചിലത് കമ്പനീസ് ആണ്. മാർത്തോമ ചർച്ചിനെ സംബന്ധിച്ച് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണ് ബിഫോർ ഇൻഡിപെൻഡൻസ്, ഓൾഡ് കമ്പനീസ് ആക്ട്. അതെ, ഒരു കമ്പനിയാണ്. അതെ അതെ. അപ്പം കാത്തലിക് ചർച്ചസിന്റെ എല്ലാം ട്രസ്റ്റുകളായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ് ഒരു സൊസൈറ്റി പൂനെയിൽ രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി. എനിക്ക് വിവാദങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. കാരണം വിവാദങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉണ്ടാവാത്തതുകൊണ്ട് മലയാളത്തിലുണ്ടായ വിവാദത്തെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. പക്ഷെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിന്നുകൊണ്ട് വേണം ചർച്ചുകളെ കാണാനായിട്ട്. അപ്പം ഈ ചർച്ചിനെ എവിടെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഇഷ്യൂ ഈസ് നോട്ട് വെദർ ഇറ്റ് ഈസ് എ ചർച്ച് ഓർ നോട്ട്. ചർച്ച് എന്നുള്ള ഇപ്പൊ ഒരു ലാൻഡ് ഓണിംഗ് അതോറിറ്റി അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ അതോറിറ്റി നിങ്ങൾക്കൊരു പെർമിഷൻ തരുമ്പോൾ നിങ്ങൾക്ക് പെർമിഷൻ തരുന്നത് പ്ലേസ് ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞാണോ എന്നുള്ളതാണ്. ഒരു മുനിസിപ്പൽ പ്ലാനിൽ ഒരു സിവിക് ബോഡി ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ചില റീജിയൻ പാർക്ക്, ചിലത് വാട്ടർ ബോഡീസ്, ചിലത് റെസിഡൻഷ്യൽ, ചിലത് കൊമേഴ്ഷ്യൽ, ചിലത് പ്ലേസസ് ഓഫ് വർഷിപ്പ്, ചിലത് ബെറിയൽ പ്ലേസ്, ഇങ്ങനൊരു സിറ്റി പ്ലാനാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഡെസിഗ്നേറ്റഡ് ലാൻഡ് യൂസ് ഓഫ് എ പർട്ടിക്കുലർ ലാൻഡ് റിലീജിയസ് പർപ്പസിനാണോ, അല്ലാതെ വീട് വെക്കേണ്ടതുകൊണ്ട് പള്ളി വെച്ച് കഴിഞ്ഞിട്ട് പറയാം എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഈ ലാൻഡ് യൂസ് ആ ഒരു പർപ്പസിനായിട്ട് ലാൻഡ് ആ ബോഡി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഇതിന്റെ പവർ കൊടുത്തിരിക്കുന്നത്, മുനിസിപ്പാലിറ്റി, വില്ലേജ്. അപ്പൊ നമ്മൾ ലാൻഡ് മേടിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പേരിൽ മേടിച്ച് ഒരു ട്രസ്റ്റിന് ചിലപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമായിരിക്കാം പള്ളി വയ്ക്കാൻ പോകും. അപ്പൊ ആ ഒരു കറക്റ്റ് ഇത് ലീഗലി നമ്മൾ സൗണ്ട് ആയിരിക്കണമല്ലോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതല്ലാതെ അതുകൊണ്ടാണല്ലോ വാട്ട് ഈസ് ഫോർ സീസർ, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും, രണ്ടും കൊടുക്കേണ്ട രീതി കൊടുക്കണം. സീസർ ഈസ് എ ഗവൺമെന്റ് ഓഫ് ദിസ് വേൾഡ്. ഇവിടെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണം അത് ആ രീതിയിൽ ഡീൽ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ദൈവത്തിന് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞൊരു മിക്സിപ്പ് ചെയ്യരുത്. കൺഫ്യൂഷൻ വരുന്നത് ഈ രണ്ടിനെ ഇന്റർചേഞ്ചബിളി കൺവീനിയൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഏത് രീതിയിൽ എന്നുള്ളത് എനിക്ക് സഭകളോടൊക്കെ പറയാനുള്ളത്, യു ഷുഡ് ആക്ച്വലി സ്റ്റാർട്ട് ആൻ ഇന്റേണൽ ഓഡിറ്റ്, എ ലീഗൽ ആൻഡ് ഫൈനാൻഷ്യൽ ഓഡിറ്റ് ഓഫ് യുവർ ചർച്ച്. നിങ്ങളുടെ ചർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനും ചർച്ചിന്റെ പ്രോപ്പർട്ടീസും ചർച്ചിന്റെ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഒരു ഡ്യൂ ഡെലിജൻസും ഒരു ഇന്റേണൽ ഓഡിറ്റ് നിങ്ങൾ റെഡിയാക്കണം. ഈവൻ ക്രോസ് ഓഡിറ്റ്സ് ചെയ്യണം. നിങ്ങൾ ഇപ്പൊ പാസ്റ്ററിനൊരു ചർച്ച ഉണ്ടെങ്കിൽ വേറെ ഒരു പാസ്റ്ററിന്റെ ചർച്ച, നിങ്ങളുടെ രണ്ട് കോമൺ ആയിട്ടല്ലാത്ത രണ്ടുപേര് നിങ്ങൾ ക്രോസ് ഓഡിറ്റ് ചെയ്യുക. ഇന്ന് നമ്മുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചർച്ചിനെ സംബന്ധിച്ച് ട്രാൻസ്പെറൻസി ഇല്ല. യു ഡോണ്ട് വാണ്ട് ടു ഷോ ഇറ്റ് ഔട്ട്സൈഡ്, അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ക്രോസ് ഓഡിറ്റ് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ തന്നെ സഭകളെ നിങ്ങൾ ഓഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലാൻഡ് റെക്കോർഡ്സ്, നിങ്ങളുടെ ലാൻഡ് യൂട്ടിലൈസേഷൻ, ടാക്സേഷൻ, ഈ ടാക്സേഷൻ അതൊരു പ്ലേസ് ഓഫ് വർഷിപ്പിന് ചില ലാൻഡ് ഓണിംഗ് ഏജൻസീസിലും മുനിസിപ്പൽ അതോറിറ്റീസിലും 0 ടാക്സ് ആണ്, എക്സംഷൻ. പക്ഷേ റിട്ടേൺസ് ഫയൽ ചെയ്യണം. റിട്ടേൺസ് ഫയൽ ചെയ്തിട്ട് 0 ടാക്സ് കാണിക്കണം. അപ്പോൾ യു ആർ എൻഡോസ്ഡ് ഇൻ എ മുനിസിപ്പൽ റെക്കോർഡ് ആസ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്. അപ്പോൾ ഒരു പ്ലേസ് ഓഫ് വർഷിപ്പിന് കിട്ടേണ്ട എല്ലാ പ്രൊട്ടക്ഷനും 1991 ആക്ടിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് അവിടെ കിട്ടും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ചർച്ച് ഒരു ഓഡിറ്റോറിയം ഇരിക്കേണ്ടടുത്ത് ചർച്ച് വെച്ചെന്ന് പറഞ്ഞാൽ അത് പ്ലേസ് ഓഫ് വർഷിപ്പ്. ഞാനിരിക്കുന്നിടം ഞാനിരിക്കുന്നിടം അമ്പലം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കച്ചേരി എന്ന് പറയുന്ന പോലെ പാസ്റ്റർ ഇരിക്കുന്നിടം ടെമ്പിൾ എന്നുള്ളതല്ല. ടെമ്പിൾ ഇരിക്കുന്ന ചർച്ച് ഇരിക്കുന്നിടത്ത് പാസ്റ്റർ വരിക എന്നുള്ളതാണ്. ഈ ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഹൗസ് ചർച്ചസ് എന്നുള്ളതൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു കേസും മധുരയിലുണ്ടായിരുന്നു, ചെന്നൈയിലെ, തമിഴ്നാട്ടിലെ ഹൗസ് ചർച്ചസിനെ കുറിച്ചൊക്കെയുള്ള നല്ലൊരു വിധിയായി. അതൊരു അസംബ്ലി ഓഫ് പീപ്പിൾ, വീട്ടിലെ പ്രാർത്ഥനയ്ക്കും ഇതുണ്ട്. കറക്റ്റ്. ഇപ്പൊ ഇതിനകത്തുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു പൊതു നന്മയ്ക്കായിട്ട് ഒരു പൊതുസമൂഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്ലാനാണ്.
അതുകൊണ്ടാണ് സുപ്രീം കോടതി പോലും പറഞ്ഞ വഴിയിൽ വെച്ചേക്കുന്ന റിലീജിയസ് സ്ട്രക്ചേഴ്സ്, ടെമ്പിൾസ്, മോസ്ക്, വാട്ട് എവർ മേ ബി, ചർച്ച് ഓർ ഗുരുദ്വാര ഷുഡ് ബി റിമൂവ്ഡ്. റോഡിലല്ല ഇത് വെക്കേണ്ടത്, ഇത് വെക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ വെക്കുക. സി ഈ ലാൻഡ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കേരളത്തിൽ അത്രയില്ല. വടക്കേ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണിക്കും ഒരു ലാൻഡ് ഗ്രാബിങ്ങിന് ഏറ്റവും പറ്റിയ ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയസ് പ്ലേസ് ഓപ്പൺ ചെയ്യാണ്, ഒരു വിഗ്രഹം കൊണ്ട് വയ്ക്കുക. അതെ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് എൻ്റെ ഒരു ക്ലയൻ്റാണ്, ഒരു ഹിന്ദു ക്ലയൻ്റാണ്. അദ്ദേഹം പറഞ്ഞു ഞാനൊരു ലാൻഡ് ഗ്രാബിങ്ങിനുള്ളിൽ സത്യം എന്നോട് പറഞ്ഞു. ഞാൻ ഉപയോഗിച്ചു സാറേ, ഇത് ഞങ്ങൾ ആദ്യം ഒരു ആലിൻ്റെ ചുവട്ടിൽ ഇത് വെച്ചു, ഇത് വെച്ച് വർഷിപ്പ് തുടങ്ങി, അങ്ങനെ പൂജകൾ തുടങ്ങി, അത് മുന്നോട്ട്. പക്ഷേ ഞങ്ങൾക്ക് ലാൻഡ് കുറച്ചുകൂടെ വേണം. അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഇവിടെ ഈ പുള്ളി പറഞ്ഞു ഞങ്ങൾ പുള്ളി പറഞ്ഞതാണ്, ഐ എം ജസ്റ്റ് സേയിങ് ദിസ് ഹൗ ദേ ഗ്രാബ് ദ ലാൻഡ്. പുള്ളി പറഞ്ഞ് ഞാൻ ലാൻഡ് ഗ്രാബിങ് ചെയ്ത് എടുത്തത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കടല കുരിപ്പിച്ചിട്ട് താഴെ വെക്കും, മണ്ണിൽ വെക്കും. മണൽ അതിൻ്റെ പുറത്തിടും. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു ചെറിയ വെയിറ്റ് ഇല്ലാത്ത ഒരു ഐഡിൽ വെക്കും. അപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ ഐഡിൽ ഇങ്ങനെ പൊങ്ങി വരും, ഈ ഇത് വളരുന്നതനുസരിച്ച്. അപ്പോഴത്തേക്ക് അതൊരു ടെമ്പിളാക്കി ഞാൻ മാറ്റിയതാണ്. പുള്ളി അതിനകത്ത് പറഞ്ഞാണ്. അതിൻ്റെ ഒരു പുള്ളി പറഞ്ഞു ആ ടെമ്പിളാക്കി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ ലാൻഡ് ഗ്രാബിങ് ടെമ്പിൾസിന് മാത്രമല്ല, അവിടെ ലാൻഡ് ഗ്രാബിങ് ചെയ്ത ഇഷ്ടംപോലെ ചേർച്ചസ്, ചേർച്ചിന്റെ പേരിൽ കുരിശ് വെക്കുക. കുരിശ് വെച്ച് കഴിഞ്ഞിട്ട് ഈ അങ്ങ് വളഞ്ഞെടുക്കുക. വളഞ്ഞെടുക്കാനും വകഞ്ഞെടുക്കാനും ഉള്ള റോഡല്ലോ. അത് കേരളത്തിലുണ്ട്, അതെനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് കുരിശ് വെച്ചതിന്റെ പേര് ഒത്തിരി വിവാദങ്ങൾ കേരളത്തിലുണ്ടായി. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ആക്കി അങ്ങ് മാറ്റാനായിട്ടുള്ളൊരു ഇപ്പം നമ്മുടെ ഏറ്റവും വിവാദമായിട്ട് നിൽക്കുന്ന ബാബറി മസ്ജിദ് ഡിസ്പ്യൂട്ട് ഒരു ലാൻഡ് ഡിസ്പ്യൂട്ടാണ്. ഇതെല്ലാം ഈ ടെമ്പറൽ ഡിസ്പ്യൂട്ട്സിലാണ് ഇതിനെ നിന്ന് കാണേണ്ടത്. അപ്പോൾ ഒരു സ്ട്രക്ചർ നമുക്ക് ഇതിനകത്തുണ്ടാക്കി, എല്ലാ ചർച്ചസിനും ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ അനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ നിയമത്തിന് വിധേയമായിട്ടുള്ള കംപ്ലയൻറ്റ്, നമ്മളൊരു കംപ്ലയൻ്റ് ആയിരിക്കണം, ഒരു കംപ്ലയൻസ് ഉണ്ടായിരിക്കണം. ആ രീതിയിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. നമ്മൾ അല്ലാതെ നമ്മൾ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പെർമിഷൻ എടുത്തിട്ട് പറയാം ഇലക്ട്രിസിറ്റി ബിൽ ഞങ്ങളുടെ ചർച്ചിന് കൂടുതലായിരിക്കുന്നത് പറയുന്ന കാര്യമില്ല. യു ഹാവ് അപ്ലൈഡ് ഇറ്റ് ഇസ് എ കൊമേഴ്ഷ്യൽ. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ തന്നെ ഇതിനകത്ത് വിഷയമുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലെ ടെമ്പറൽ അല്ലെങ്കിൽ ലീഗൽ ഇതാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് ചർച്ചിന് തന്നെ റെക്കഗ്നേഷൻ ഇല്ല എന്നൊരു ഒരു 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 സംശയമാണ് ഇപ്പോൾ ഒത്തിരി പേർക്കുള്ളത്. കെട്ടിടത്തിൻ്റെ നമ്മൾ പാലിച്ചേ പറ്റൂ. ഇപ്പം നമുക്ക് മുനിസിപ്പാലിറ്റിയായിട്ടോ പഞ്ചായത്തുമായിട്ടുള്ള നിയമങ്ങളൊക്കെ പാലിച്ച് ഒരു കെട്ടിടം പണിയാൻ പറ്റും എന്നുള്ള സത്യമാണ്. ഇതിൻ്റെ ഒരു ജനസിസ് ഉണ്ടായിരിക്കുന്നത് ഈ സെക്ഷൻ 5 ഓഫ് ക്രിസ്ത്യൻ മാരേജ് ആക്ടിലാണ്. ഹൂ ക്യാൻ കണ്ടക്ട് എ വെഡിങ്. അതെ ഇതിലാണ്. ഇതിനകത്ത് അല്ലാതെ ഒരു നിയമം നമുക്കുണ്ടായില്ല. നമ്മൾ അതുകൊണ്ടാണ് ഒരു സിവിൽ പൊതു കോമൺ യൂണിഫോം സിവിൽ കോഡ് വേണമെന്നുള്ള ചർച്ചയൊക്കെ ഇതിനകത്ത് വരുന്നത്. എല്ലാവർക്കും ഓരോരോ കോഡ്സ് ആണല്ലോ, ഓരോ പേഴ്സണൽ ലോസ് ആണല്ലോ. അപ്പോൾ അതിനകത്താണ് ഇതിൻ്റെ ഇന്റർപ്രിട്ടേഷനിലാണ് ഈ ഹൂ ക്യാൻ കണ്ടക്ട് എ മാരേജ് എന്നുള്ളതിലേക്ക് വന്നത്. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ചേർച്ചസ് പറഞ്ഞിട്ടുണ്ട്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, ചർച്ച് ഓഫ് റോം, വേർ ദ പോപ്പ് ഈസ് ദ ഹെഡ്, അങ്ങനെയൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം അതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ എപ്പിസ്കോപ്പൽ ordained episcopal clergy എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഗിവിംഗ് ഫ്രം എ സ്പെസിഫിക് ടു എ ജനറൽ ക്ലോസ്. അപ്പം ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് എപ്പിസ്കോപ്പൽ? ഇതാണ് അതിനകത്ത് വ്യക്തമായ ചോദ്യം. എപ്പിസ്കോപ്പൽ എന്നുള്ളതിനെ കുറിച്ച് സുപ്രീം കോടതി പല സഭാ തർക്കങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ വിശ്വാസത്തെക്കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷനിലൊക്കെ വന്നാൽ പറഞ്ഞു എപ്പിസ്കോപ്പൽ മീൻസ് സംതിങ് റിലേറ്റഡ് ടു എ ബിഷപ്പ്. There is a higher. What is a bishop? When is ഒരാൾക്ക് ചുമ്മാതെ ബിഷപ്പ് ആവാൻ പറ്റില്ലല്ലോ. There is a clergy. Before a clergy there are some deacons. Deacons, clergy, maybe vicars, vicar generals or some sort of a hierarchy. കൊണ്ടുവന്നതിന് ശേഷം ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു അതോറിറ്റിയാണ് ഓവർസിയർ എന്നാണ് എൻ്റെ അധ്യക്ഷൻ. ഈ എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ ഓർഡൈൻ ചെയ്തതായിട്ടുള്ള ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിലുള്ള ഒരു സഭയ്ക്ക് ഇത് ആവും എന്നുള്ളതാണ്. ഇതിനെ ആരും റെക്കഗ്നൈസോ നോൺ റെക്കഗ്നേഷനോ ഒന്നും ഇതിനകത്തൊരു ഇഷ്യൂ ആയിട്ട് ഇതുവരെ കോടതി വിധികളിലൊന്നും വന്നിട്ടില്ല. പക്ഷെ ഏത് കോടതിയിൽ പോയാലും
എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത് ആർ യു എപ്പിസ്കോപ്പൽ ഇൻ നേച്ചർ, നേച്ചർ, ദ നേച്ചർ ഓഫ് യുവർ ചർച്ച് ഈസ് ഇറ്റ് എപ്പിസ്കോപ്പൽ, ഇതാണ് ചോദ്യം. അതാണ് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കോടതികളിൽ ശ്രമിക്കുന്നത്. അപ്പം റെക്കഗ്നൈസ്ഡ് ആണോ, അല്ലെങ്കിൽ പിന്നെ പറയുന്നുണ്ട് യു ടേക്ക് ലൈസൻസ് ടു കണ്ടക്ട് മാരേജ്, അങ്ങനെയാണ് എനിക്ക് സ്റ്റേറ്റ് കൊടുക്കാറുണ്ട്, ഗവർണർക്ക് കൊടുക്കാം, കളക്ടർ കൊടുക്കാം. അതെ, ആ രീതിയിലാണ് ഈ തമിഴ്നാട്ടിൽ പോലും പെന്റക്കോസ്റ്റൽ ചർച്ചസിന്റെ മാരേജ് ലൈസൻസ്. ഈ മാരേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ലൈസൻസ് ഇല്ലാതെ ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഒരു ലൈസൻസ് കൊടുക്കുന്നത്. ഈ ഡിസ്ട്രിക്റ്റിലെ ലൈസൻസ് ഉള്ള ഒരു പാസ്റ്റർക്ക് വേറൊരു ഡിസ്ട്രിക്റ്റിൽ പോയി കല്യാണം നടത്താൻ അധികാരമില്ല. കേരളത്തിൽ ഇതൊന്നും ബാധിക്കുന്നില്ല. അതിന് വേറൊരു കാര്യം കൂടെ, ഞാനൊരു കേസ് ചെയ്തു ഹിമാചൽ പ്രദേശിൽ. അറിയാമല്ലോ, പാസ്റ്റർമാർ തമ്മിലും കേസുകൾ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. കേസ് ഇതാണ്, ഒരു പർട്ടിക്കുലർ പാസ്റ്റർ ഒരു ഡിസ്ട്രിക്റ്റ് വിട്ട് വേറൊരു ഡിസ്ട്രിക്റ്റിൽ പോയി ഒരു വിവാഹം സോളംനൈസ് ചെയ്തു. പുള്ളി കൊണ്ട് കേസ് കൊടുത്തു. കേസ് കൊടുക്കുക സിവിൽ കേസ് അല്ല ഇത്. ഈ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം പാസ്റ്ററൊക്കെ ഈ 1872 ആക്ട് എടുത്ത് വായിച്ചു നോക്കണം. ഈ ക്രിസ്ത്യൻ മാരേജ് ആക്ട് അനുസരിച്ച് അതിന് ഒരു ഇല്ലീഗൽ മാരേജ് സോളംനൈസ് ചെയ്ത് കഴിഞ്ഞാൽ 5 years ഇംപ്രിസൺമെന്റ് കിട്ടാം. ക്രിമിനൽ കുറ്റമാണ്. ആ രീതിയിലാണ് അന്ന് ബ്രിട്ടീഷുകാർ എഴുതി വെച്ചത്. അപ്പം ഒരു ഡിസ്ട്രിക്റ്റ് ക്രോസ് ചെയ്ത് വേറൊരു ഡിസ്ട്രിക്റ്റിൽ മാരേജ് സോളംനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ. പോലീസിന് വകുപ്പറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഹിമാചലിൽ കേസ് അവരെ ഞാൻ 2 പാസ്റ്ററോടും പറഞ്ഞു, നിങ്ങൾ കർത്താവിൽ സഹോദരന്മാരാണ്, നിങ്ങൾ ഇതൊന്ന് റെക്കൺസൈൽ ചെയ്യും, ആ കല്യാണം നടത്തിയ അവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ, നിങ്ങൾ ഒരു വോയിഡ് മാരേജ് ആയിട്ട്. പാസ്റ്റർമാരുടെ കാര്യത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നോട് ചോദിച്ചു, വക്കീലിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഞങ്ങൾ ഇത് കണ്ടക്ട് ചെയ്യും കേസ്. അവസാനം അത് റെക്കൺസൈൽ ആവാത്തതുകൊണ്ട് ഞാൻ ഒരാളോട് പറഞ്ഞു, ഐ എം റിലിംഗ്വിഷ് മൈ വക്കാലത്ത്, എനിക്ക് നിങ്ങളുടെ വക്കാലത്ത് എടുത്ത് ഒഴിഞ്ഞുപോയി, എനിക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് അവർ കണ്ടസ്റ്റ് ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ക്രിസ്ത്യൻ മാരേജ് വളരെ ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു ആക്ടാണ്, ഇന്ന് നിലനിൽക്കുന്ന ഒരു ആക്ടാണ്. അത് കേരളത്തിൽ ഞങ്ങൾക്കത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. കാര്യം ഇവിടെ ആർക്കും കയറി ഒരു രജിസ്റ്റർ ഉണ്ടാക്കി ആർക്കും കല്യാണം നടത്താം, എവിടെയും കയറി കല്യാണം നടത്താവുന്നൊരു, ഒന്ന് ഇല്ലീഗൽ, 2 വോയിഡബിൾ മാരേജ് ഒക്കെയാണ്. ആ നിങ്ങൾ കല്യാണം കഴിക്കുന്നവരുടെ പോലും അവരെ കുഴപ്പത്തിലാക്കാം. എന്തായാലും എന്നെ കേൾക്കുന്നവരെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്ന കൊള്ളാം. ഇപ്പം വലിയ കുഴപ്പമില്ലാതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന, നാളെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറി മറിഞ്ഞൊക്കെ വരുമ്പോൾ ഇതൊക്കെ പ്രശ്നമാകും. എല്ലായിടത്തും ഓടിയിടന്ന് കല്യാണം നടത്താൻ പറ്റത്തില്ല. അത് മാത്രമല്ല, നടക്കുന്ന എല്ലാ കല്യാണങ്ങളെയും കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കും. അതെ, രജിസ്ട്രേഷൻ സുപ്രീം കോടതി ഒരു വിധിയാണ്. കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് മാരേജസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഒരു ഗൗരവത്തോടു കൂടി ഇതിനെ കാണണം. ഇതൊരു ചർച്ച് ഇഷ്യൂവിനേക്കാളും കൂടുതൽ സ്റ്റേറ്റിന് കൊടുക്കേണ്ട റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ചർച്ച് ഷുഡ് ബി സ്പിരിച്വൽ നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ സ്ക്രിപ്ചറലായിരിക്കണം, എത്തിക്കലായിരിക്കണം, ലീഗലും ആയിരിക്കണം. നമ്മളൊക്കെ വാശി പിടിക്കാറുണ്ട്, നമ്മളാണ് സ്ക്രിപ്ചറൽ, നമ്മളാണ് സ്പിരിച്വൽ. എത്തിക്കൽ എന്തോന്നാലും പലർക്കും അറിയത്തില്ല. ലീഗൽ നമ്മുടെ വിഷയമേ അല്ല എന്നൊരു ചിന്തയുണ്ട്. അങ്ങനല്ല, ഇതെല്ലാം ആയിരിക്കണം ഒരു ചർച്ച എന്നും കൂടെ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ടെമ്പറൽ അതെന്ന് പറഞ്ഞു തരുന്ന കൊള്ളാം. കാര്യം ഇപ്പം ഏറ്റവും വലിയ കഷ്ടം ഈ വക്കീലും കേസും ഒക്കെ ഞങ്ങൾക്ക് കൊണ്ട് അറിയാത്ത കാര്യങ്ങളാണ്. ഇപ്പം ഞങ്ങളും ഒക്കെ പരിചയപ്പെട്ടു തുടങ്ങി, കോടതി വരാന്തെയൊക്കെ ഞങ്ങൾ നിന്നൊക്കെ പരിചയപ്പെട്ടു തുടങ്ങി. ഞങ്ങളെ തന്നെ വിളിക്കുന്നത് ഈ ഹൈ പ്രീസ്റ്റ് ഇൻ ദ ടെമ്പിൾ ഓഫ് ജസ്റ്റിസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് വി ആർ ഓൾസോ പ്രീസ്റ്റ്. പാസ്റ്റർക്ക് അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. അത് രസകരമായൊരു ഇൻ്റർപ്രിട്ടേഷനുമാണ്, അതെന്ന് മനസ്സിലാക്കുന്നതെന്നല്ല. ഞങ്ങൾ വക്കീലന്മാർ ധരിക്കുന്നതായിട്ടുള്ള ഒരു ബാൻഡ് ഉണ്ട്. ഈ ബാൻഡ് ഇതിന് 2 വെളുത്ത തുണികളാണ്. ഞാനൊരു ഇൻ്റർപ്രിട്ടേഷൻ, അത് എത്ര ശരിയോ തെറ്റോ അതിൻ്റെ ഒരു തിയോളജി ഒന്നും ഞാൻ തിയോളജിയിലേക്ക് കടക്കത്തില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കിയ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഇത് പഴയ നിയമ വ്യവസ്ഥ അനുസരിച്ച് നിയമം ഇത് 10 കൽപ്പനകളാണ്. 5 അങ്ങനെ 2 ടാബ്ലറ്റ്സ് എന്നുള്ള അത് നിന്റെ കഴുത്തിലും നിന്റെ കയ്യിലും ഒക്കെ യഹൂദന്മാർ കിട്ടണം എന്നുള്ള ഒരു ഇതില്, അതനുസരിച്ചുള്ള ഒരു ഒറിജിൻ ഈ രീതിയിലേക്ക് പോലും ഉണ്ട് എന്നുള്ള ഒരു
ഒരു തോട്ട് ഞാൻ കേൾക്കണ്ടേ. അതുകൊണ്ടാണ് ഒരു ബാൻഡിൽ എപ്പോഴും 10 കൽപ്പനകൾ. ഇത് 10 കൽപ്പനകൾ ഒരിക്കലും ഒരു ക്രൈസ്തവന് വേണ്ടി മാത്രമുള്ള കൽപ്പനയല്ല, പൊതുസമൂഹത്തിലുള്ള കൽപ്പനയാണ്. നീ കൊല ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, നീ കള്ളസത്യം ചെയ്യരുത്. ഇതെല്ലാം ഒരു പൊതുസമൂഹത്തെ നിലനിർത്താനായിട്ടുള്ള കൽപ്പനകൾ, ദൈവത്തിന്റെ കൽപ്പന, ഗോഡ്സ് വേർഡ് ടു മാൻ. അത് കഴുത്തിൽ കെട്ടി നീ എപ്പോഴും കൊണ്ട് നടക്കണം. ഇതായിരിക്കണം നിന്റെ മാർപ്പതക്കം എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ. അതെ, അപ്പൊ വക്കീലന്മാരും അത്യാവശ്യം പ്രീസ്റ്റ്ലി ഓർഡിനേഷൻ ആണ് എന്ന് ആ ഒരു ഇന്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്. അത് ടെമ്പറലാണോ സ്പിരിച്വലാണോ? ആയിക്കോട്ടെ. എന്നാലും ഇപ്പം ഞാൻ പറഞ്ഞത്, അപ്പം ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഈ റെക്കഗ്നേഷൻ ഇല്ലയെന്ന് ചിന്തിക്കുന്ന പെന്തക്കോസ്ത് ഈ ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകളെല്ലാം തന്നെ എന്തെങ്കിലും റെക്കഗ്നേഷന് വേണ്ടി കിടന്ന് നെട്ടോട്ടം ഓടുന്ന കാണുന്നുണ്ട്. അപ്പം അതിന് പ്രത്യേകിച്ച് നമ്മൾ ഈ ഗവൺമെൻറ് ബോഡീസിലോ അല്ലെങ്കിൽ ഈ മന്ത്രിമാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോഴോ കളക്ടറുടെ അടുത്ത് ചെല്ലുമ്പോഴോ ഒക്കെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് യൂണിറ്റി ഇല്ലല്ലോ, നിങ്ങളിങ്ങനെ 1000-10,000 കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ പിരിഞ്ഞിരുന്നാൽ നിങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒരു സെമിട്രിയുടെ വിഷയത്തിൽ ഒരു പട്ടണത്തിൽ നിന്ന് ഒരാൾ വന്ന് പറയുന്നു അത് ശരിയാണെന്ന് അവർക്ക് കൊടുക്കാൻ ചിന്തിക്കുമ്പോഴേ അവരെ പോലെ തന്നെ 100 കണക്കിന് സഭകൾ വന്ന് ചോദിക്കുന്നത്. എല്ലാവർക്കും കൂടെ കൊടുക്കാൻ എന്തായാലും സ്ഥലമില്ല. അപ്പോൾ ഇതിനൊക്കെ എന്താ ചെയ്യണത്? നിങ്ങൾ പോയി ഒന്നായിട്ട് വാ, ഒരു ബോഡിയായിട്ട് നിൽക്കുക. കറക്റ്റ്. പക്ഷേ ഇതിനകത്ത് ഉള്ളൊരു ഇഷ്യൂ എനിക്ക് തോന്നുന്നു അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ മഷ്റൂമിങ് ചർച്ചസ്. ഇന്നിപ്പം എവറി 3rd പേഴ്സൺ കേരളത്തിൽ മീറ്റ് ചെയ്യുന്ന ഒരു പാസ്റ്റർ എന്നുള്ള രീതിയിലേക്കാണ്. പാസ്റ്റർമാരെ തട്ടിയിട്ട് ഇപ്പം നടക്കാൻ വയ്യ. എവറി ചേർച്ചസ് ഓരോ ദിവസവും ഇങ്ങനെ കൊടുക്കണ്ടേ. അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് അവർ എന്തെങ്കിലുമൊക്കെ ഒരു പാരാമീറ്റേഴ്സ് വെക്കണം. ഇപ്പം മെയിൻ ലൈൻ ചർച്ച് എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക് ചർച്ച്, ദർ ഇസ് വൺ ചർച്ച്. ഒരു ആർച്ച് ഡയസിസ്, അതിനൊരു ആർച്ച് ഡയസിസ് ഉണ്ട്, ഒരു എപ്പിസ്കോപ്പൽ അറേഞ്ച്മെന്റ് ആണ്. ഒരു കാത്തലിക് ചർച്ച് റൈറ്റ്സ് ഉണ്ടായിരിക്കാം, ചിലപ്പം സീറോ മലബാർ റൈറ്റ്സ്, ലാറ്റിൻ റൈറ്റ്സ്, കാത്തലിക് മലങ്കര റൈറ്റ്, അങ്ങനെ റൈറ്റ്സ് ഡിഫറെന്റ് റൈറ്റ്സ്. സി ദർ ഇസ് എ ഡെഫിനിഷൻ ടു ദിസ്. ഈ പാസ്റ്റർ പറഞ്ഞതായിട്ടുള്ള കാറ്റഗറി ഓഫ് ചർച്ചസ് എന്ന് പറഞ്ഞ ഒരു അമീബിക് ടൈപ്പ് ഓഫ് ചർച്ചസ് ആണ്. ഏത് സിറ്റുവേഷനിലാണെങ്കിൽ അവിടുത്തെ ഒരു അമീബയുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ആ സ്ഥലത്തിന്റെ ഷേപ്പ് അങ്ങ് എടുക്കുകയാണ്. ആരാണ് നിങ്ങളുടെ ഹെഡ് എന്ന് പറയുമ്പോൾ വൺ മാൻ വിൽ ബി ദർ, ദാറ്റ് ഈസ് ഓൺലി മാൻ. ഒരു എപ്പിസ്കോപ്പൽ അറേഞ്ച്മെന്റ് അവിടെ ഇല്ല. വൺ മാൻ വിത്ത് ഓൾ ഫോളോവേഴ്സ്. അപ്പൊ ഒരു എപ്പിസ്കോപ്പൽ എന്നുള്ള ഒരു അറേഞ്ച്മെന്റിലേക്ക് അതിനകത്ത് വരുന്നില്ല. എന്നിട്ട് നമ്പർ ഓഫ് ചേർച്ചസ്, ഇത് എത്ര പേര് കൂടിയാലാണ് ചർച്ച ആവുന്നത്? ശരിയാ. ഇപ്പം വേദവസ്തു അനുസരിച്ച് 1-2 പേര് എന്റെ നാമത്തിൽ കൂടി ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ചർച്ചായി എന്നുള്ള ഒരു ഫെലോഷിപ്പായോ ഒരു ചർച്ചായോ എന്നൊക്കെ ഒരു സ്റ്റേറ്റിന് ഡിഫൈൻ ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ് ഫോർ എ ചർച്ച്? How many members should be there? What is the general body of a church? What is the nature of a trust? Whether it is a trust, society, association of persons, or a company? Is it liable to pay tax? Is it ഇതെല്ലാം നോക്കി വേണം ചെയ്യാൻ. ഇപ്പം എല്ലാം നമ്മൾ ഏത് പ്രസ്ഥാനങ്ങൾക്കാണെങ്കിലും ഇതെല്ലാം ട്രസ്റ്റുകളായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. റിലീജിയസ് ഇപ്പോൾ ക്ഷേത്രങ്ങളുടെയൊക്കെ ആണെങ്കിൽ ട്രസ്റ്റുകളായിട്ടാണ്. ഇതിനെല്ലാം അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഇൻകം ടാക്സ് ഓഡിറ്റ് ഉണ്ട്, നിൽ റിട്ടേൺസ് ഉണ്ടാവാം, ഫയലിംഗ്. ഇതിനകത്തൊക്കെ ചില കേസുകളുണ്ട്. അത് ലഡു ഗിവൺ ഫ്രം തിരുപ്പതി, വെദർ ഇറ്റ് ഈസ് പേയബിൾ, ലൈക്ക് ടാക്സ് പേ ചെയ്യേണ്ടതാണോ? ഇതൊക്കെ കോടതികളൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞാൻ റീഡ് ചെയ്തു, ഈ റിലീജിയസ് സ്ഥലങ്ങളിൽ കൊടുക്കേണ്ട പ്രസാദവും സേക്രമെന്റ്സും ഒക്കെ ഫുഡ് അതോറിറ്റിയുടെ കീഴിൽ. ഇതൊക്കെ ഒരു നേർച്ച വിളമ്പാണ്. ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ ചില വിഷം ഉണ്ടായല്ലോ, വിഷബാധയുണ്ടായി. അപ്പം ഇത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ചില റൂൾസിൽ ചർച്ച് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യേണ്ട ഒരു ഗതിയിലേക്കാണ് ഇപ്പം സ്റ്റേറ്റും വന്നിരിക്കുന്നത്. കാരണം ഇന്നിപ്പം പണ്ട് പറഞ്ഞ പോലെ ഇന്ന 1, 2, 3 എന്നുള്ളതല്ല, ഇപ്പം 1000, 2000, 3000 എന്നുള്ള രീതിയിലാണ്. അതൊരു സ്റ്റേറ്റിന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഇതിനൊരു അല്പം കൂടി ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ്, ഒരു സ്റ്റേറ്റസ് ഉണ്ടാവും. എനിക്കറിയത്തില്ല, വൺ ക്രൈസ്റ്റ്, വൺ ചേർച്ച്, വൺ ബോഡി, വി ആർ ഇൻ വൺ ബോഡി എന്നൊക്കെ പറയുമെങ്കിലും ഇന്നൊരു ഡിസിൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിങ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ പറ്റുന്നത്, നമ്മുടെ
സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആരാണ്, എന്താണ്, ഏതാണ്. ഒരു കളക്ഷൻ ഓഫ് പീപ്പിൾ, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണെങ്കിലും ഒരു കുറച്ച് പേർ ഒന്നിച്ചു കൂടി വന്ന് ഫൈൻ എൻറ്റിറ്റി ആയിട്ട് മാറണ്ടേ? അതെ, എന്നാലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ സ്റ്റേറ്റ് വിൽ ബി ഹെൽപ്ലെസ്. അവർക്ക് അതെ, ഈ യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓർഗനൈസേഷണൽ യൂണിറ്റി അല്ല, ഒരു ഓർഗാനിക് യൂണിറ്റി ആണെന്ന് നമ്മൾ പറയും. തീർച്ചയായിട്ടും അത് ശരിയാണ്. പക്ഷേ അതേ സമയത്ത് പുറമെ കാണാൻ ഒരു സർക്കാർ നോക്കുമ്പോൾ വിസിബിലിറ്റിയിൽ ഒരു ഓർഗനൈസേഷണൽ യൂണിറ്റി വേണ്ടേ? ഇന്നിപ്പോൾ ചേർച്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു ചർച്ച്, ഒരു സ്റ്റേറ്റിന് ചർച്ചിനോട് സംസാരിക്കണം. സ്റ്റേറ്റ് വാണ്ട്സ് ടു ഹാവ് ഡയലോഗ് വിത്ത് ദ ചർച്ച്. ആരെ വിളിക്കണം? CBCI വിളിക്കാം. കാരണം കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് റെക്കഗ്നൈസ്ഡ് ബോഡിയാണ്. അവിടെ ബിഷപ്സ് ഉണ്ട്, അവർക്കൊരു സിസ്റ്റം ഉണ്ട്. NCCI വിളിക്കാം. ഇത് കഴിഞ്ഞിട്ട് ആരെ വിളിക്കും? അതെ, അതാ പ്രശ്നം. ഇത് കഴിഞ്ഞിട്ട് ഒരു സംഘടന ഭാവം അതിനെ വേണമല്ലോ. ഒരു ഇതിനകത്ത് നമ്മൾ ഈ പേഴ്സൺ എന്ന് പറയുമ്പം ലീഗൽ പേഴ്സൺ എന്ന് പറയും. അതെ, ഒരു ലീഗൽ പേഴ്സൺ ആണ് ടു ടോക്ക്. സ്പോക്സ് പേഴ്സൺ. ലീഗൽ പേഴ്സൺ. ഓക്കെ. A person is different, a legal person is different. A company is a legal person. അതെ, അതെ. Directors may go, directors may come, but company will go on. Correct. അതാണ്. അപ്പോൾ പറഞ്ഞാൽ അതിന്റെ പാർട്ടിസിപ്പൻസ് മാറും. കമ്പനി എൻറ്റിറ്റി ആയിട്ട് കമ്പനി ഈസ് എ പേഴ്സൺ. അതെ. ഇറ്റ് ക്യാൻ ബി സൂഡ് ആൻഡ് ഇറ്റ് ക്യാൻ സൂ. അതെ, ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. ലീഗൽ പേഴ്സന്റെ ഒരു സൂ ചെയ്യാനും ഒരു സൂ ചെയ്യപ്പെടാനായിട്ട് ഒരു പേഴ്സൺ ഉണ്ടാവും. അതൊരു വ്യക്തിയല്ല, ആ എൻറ്റിറ്റി വ്യക്തിയാണ്, ലീഗൽ ബോഡിയാണ്, ഒരു ലീഗൽ പേഴ്സൺ ആണ്. ആ ലീഗൽ പേഴ്സൺ ഇല്ലാത്തടത്തോളം കാലം ഈ നോൺ റെക്കഗ്നേഷൻ ഒരു ഇഷ്യൂ ആണ്. നിങ്ങളുടെ ലീഗൽ പേഴ്സണെ പ്രസന്റ് ചെയ്യൂ. യു പ്രസന്റ് യുവർ സൊസൈറ്റി, യു പ്രസന്റ് യുവർ ട്രസ്റ്റ്, പ്രസന്റ് യുവർ company, or present your association of person, or present your body of many of these coming together like CBCI, NCCI, any of those things. അങ്ങനെ ഒരു ബോഡിയെ പ്രസന്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സാധിക്കുന്നുണ്ടോ എന്ന് ഐ എം ഡൗട്ട്ഫുൾ. അതുകൊണ്ടാണ് ഇത്. അല്ലാതെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് റെക്കഗ്നൈസബിൾ ബോഡി വിത്ത് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇന്ന് അവൈലബിൾ അല്ല. അതൊരു ആവശ്യമല്ലേ? വരും കാലങ്ങളിൽ ഇനി അത് വളരെ ആവശ്യമല്ലേ? ആവശ്യം തോന്നേണ്ടത് ചർച്ചസിനാണല്ലോ. ചർച്ചസ് അത് തോന്നി ആ രീതിയിൽ അതിനെ കൊണ്ടുവരേണ്ടത് ഒരു ആവശ്യകതയായിട്ട് തോന്നുന്നെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ലുക്ക് ഇൻടു ഇറ്റ്. ഞാൻ ഈ ദിവസം എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടറിനൽ ഇഷ്യൂസിന്റെ ഇതുകൂടെ ഉണ്ടായിരിക്കും. മേജർ CBCI ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല, NCCI പറ്റില്ലായിരിക്കാം. എന്നാലും ഒരു തേർഡ് ബോഡി, ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് ആണ് തീർച്ചയായിട്ടും. ഇതിനകത്ത് സുപ്രീം കോടതി ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആ ജഡ്ജ്മെന്റിനകത്ത് പറഞ്ഞു. അതായത് വാട്ട് ഈസ് എ ഡിനോമിനേഷൻ? സമുദായം. ഒരു ഡിനോമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോമൺ നെയിം, കോമൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ and a particular religious practice which is inseparable to that particular group of people. ഈ മൂന്ന് ക്രൈറ്റീരിയസ് ആണ് സുപ്രീം കോടതി. അത് ഈ ഒറബിന്ദോ ഫൗണ്ടേഷൻ്റെ ഒരു ജഡ്മെന്റിൽ വർഷങ്ങൾക്ക് മുമ്പ് ലേ ഡൗൺ ചെയ്ത ലോ റീഇൻറ്റർപ്രറ്റ് ചെയ്ത് ശബരിമല വിഷയത്തിലും ശബരിമല ഒരു ഡിനോമിനേഷൻ ആണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷനിൽ വന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലാതെ എന്നെ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹൗ ഡു ഐ റെക്കഗ്നൈസ് ഈവൻ ആസ് എ ഡിനോമിനേഷൻ? അപ്പം നമുക്കും ഇത് ബാധകമാണല്ലോ ഈ പറഞ്ഞ കാര്യം, ഈ ശബരിമലയ്ക്ക് പറഞ്ഞ കാര്യം. ഒരർത്ഥത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡിനോമിനേഷൻ ആണോ? നിങ്ങളൊരു ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ ചർച്ചസ്, ഒരു പെന്റക്കോസ്റ്റൽ ചർച്ചസ്, ക്യാൻ യു കോൾ യുവർ സെൽഫ് എ ഡിനോമിനേഷൻ? കാര്യം നമ്മൾ ഒരു വലിയ കുഴപ്പം പറ്റിയത് നമ്മൾ ഈ അല്ലാത്ത ഡിനോമിനേഷൻ എല്ലാം പണ്ട് കുറ്റം പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം നമുക്ക് തിരിച്ച് അതിനകത്തുള്ളൊരു ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിനോമിനേഷൻ ഒരു I am telling a fact. I mean, you may agree or disagree. See, new generation is a regeneration of the old. തീർച്ചയായിട്ടും. ഇതൊക്കെ ഓരോ നേരത്തെ ഉണ്ടായിരുന്ന ഡിനോമിനേഷനുകളിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള ഒരു റീജനറേറ്റഡ് ഗ്രൂപ്പിന്റെ ഒരു കൺഗ്ലോമറേഷൻ ആണ് ഈ ന്യൂ ജനറേഷൻ. അല്ലേ? അതൊരു ഒരു റിയാക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ബാഡ് റിയാക്ഷൻ ചിലപ്പോൾ ഓവർ റിയാക്ഷനോ ബാഡ് റിയാക്ഷനോ. പക്ഷേ ഈ ആ ജഡ്ജ്മെന്റിൽ തന്നെ പറയുന്നത് യു ക്യാൻ ഫോം എ ന്യൂ എൻറ്റിറ്റി. സി ഓൾഡ് ഡിനോമിനേഷൻസ് ക്യാൻ ഗിവ് ബർത്ത് ടു എ ന്യൂ ഡിനോമിനേഷൻ. തീർച്ചയായിട്ടും. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ക്യാൻ യു ബിക്കം എ ഡിനോമിനേഷൻ? ദ ക്വസ്റ്റ്യൻ ഈസ് ക്യാൻ യു ബിക്കം എ ഡിനോമിനേഷൻ? ആ ഡിനോമിനേഷനായിട്ട് ഉണ്ടാവാൻ സാധിക്കുമെങ്കിൽ യു വിൽ ഗെറ്റ് എ റെക്കഗ്നിഷൻ. കാര്യം ചരിത്രം അതാണല്ലോ പഠിപ്പിക്കുന്നത്. എല്ലാ സഭകളും മറ്റൊരു സഭയിൽ നിന്ന് ഇറങ്ങി വന്നതോ തിരിഞ്ഞു വന്നതോ ആണല്ലോ. പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ എങ്ങനെ ഉണ്ടായി,
പിന്നെ പെന്തക്കോസ്ത് എങ്ങനെ ഉണ്ടായി. ഇപ്പം അങ്ങനെ ഓരോന്നോരോന്ന് നോക്കുമ്പം എത്ര വർഷം കഴിയുമ്പോൾ ഒരു ജനം ഉണ്ടാവുന്നുണ്ട്. ശരിക്കും ചർച്ച് ഹിസ്റ്ററി വലുതായിട്ട് എനിക്ക് പറയാൻ സാധിക്കുമെങ്കിലും ഒരു മൂവ്മെന്റ്, പർട്ടിക്കുലർ മൂവ്മെന്റിൽ ഒരു പേഴ്സൺ സെന്റേർഡ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സെന്റേർഡ് ആയിട്ട് മാറി അവർ പക്ഷേ ഒന്നിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഈ സോഷ്യോളജിക്കൽ ഡെവലപ്മെന്റിൽ ഒരു എവറി പേഴ്സൺ ഹാസ് എ പ്രൊപ്പൻസിറ്റി ടു സ്റ്റാർട്ട് എ ന്യൂ ചർച്ച്. എപ്പോഴും ഒരു പുതിയ ചർച്ച് വന്നു, പുതിയൊരു ചർച്ചായി, ആ ചർച്ച് കുറച്ചാൾ വന്നു, വേറൊരു ചർച്ചായി. അങ്ങനെ വി കോൾ ദം ചർച്ച്, പക്ഷെ ലീഗലി റെക്കഗ്നൈസ്ഡ് ചർച്ച് ആണോ? അതൊത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പലയിടത്തും അത് കാണുന്നുണ്ട്. ഇപ്പം ഗൾഫിലൊക്കെ ഈ ക്രിസ്ത്യൻസിനെ ആരാധിക്കാൻ വേണ്ടി ചില സ്ഥലങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഓരോ സഭയും തുടങ്ങി ചെന്നപ്പോൾ അവസരം അങ്ങനെ കൊടുക്കാൻ അവർക്ക് സ്ലോട്ടില്ല, സ്ഥലമില്ല, സഭയില്ല. അങ്ങനെ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ട് ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ പറയുമായിരുന്നു, ദുബായിലൊരു 19 ചർച്ചുകളെ ഈ പറഞ്ഞാൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങ് ഇറക്കി വിട്ടു. എല്ലാവരും ചെന്ന് ഓരോരുത്തരും ഞാൻ പാസ്റ്ററാണ്, എൻ്റെ സഭയാണെന്ന് പറഞ്ഞ് വന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ സ്ഥലമില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു ഡിവിസീവ്നെസ് ഉള്ളത് against God's prayer, Lord's prayer also. നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവർ ഒന്നായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് യേശു മിശിഹായുടെ അനുയായികളായിരിക്കുന്നത് നമുക്കാണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ബാക്കിയുള്ള വിശ്വാസ സമൂഹങ്ങളിൽ നോക്കി ഒരു ഗ്രൂപ്പുകൾ വളരെ ഡിഫൈൻഡ് ആണ്. ഇത്രയേ ഉള്ളൂ. വൺ ഗോഡ്, വൺ ബൈബിൾ, ബട്ട് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. എല്ലാവർക്കും ദേ ഹാവ് അബ്സല്യൂട്ട് ഫ്രീഡം ടു ഹാവ് ദെയർ ഓൺ. പക്ഷേ എവറി ഡേ സംതിങ് ന്യൂ ഈസ് ഹാപ്പനിങ്. അപ്പോൾ അതിനകത്തുള്ളൊരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് വലിയൊരു കൺഫ്യൂഷനാണ്. വാട്ട് വിൽ ദ സ്റ്റേറ്റ് ഡു? അപ്പോൾ സ്റ്റേറ്റിനെ ഒരു വിക്ടിം, ഒരു പെർസിക്യൂട്ടറായിട്ട് അവിടെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. സ്റ്റേറ്റ് ഈസ് ഹെൽപ്ലെസ്. നിങ്ങളൊരു ഷേപ്പ് എടുക്കുക, ഒരു ഡിഫൈൻ ബോഡി എടുക്കുക, വി വിൽ റെക്കഗ്നൈസ്. ലോ പ്രൊവൈഡ്സ് ഫോർ ദാറ്റ്. ആ രീതിയിലേക്ക് അതിനെ ചിന്തിക്കണം, ചർച്ച് ലീഡർഷിപ്പ് ചിന്തിക്കണം. അല്ല, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഈ പറയുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ന്യായങ്ങൾ ഒത്തിരി പറയാനുണ്ട്. 2 3 കൂടുന്നിടത്ത് കർത്താവ് ഉണ്ട്, അത് സഭയാണ്, ശരിയാണ്. ആർക്ക് വേണമെങ്കിലും സഭ തുടങ്ങാൻ, ശരിയാണ്. ഇതിന് പറഞ്ഞു. പക്ഷേ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ക്രമവും എന്തെങ്കിലും ഒരു ചട്ടക്കൂട് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അത് പ്രത്യേകിച്ച് വരുന്ന ആളുകൾ നമ്മളൊരു ദേശത്ത് നമ്മൾ ജീവിക്കുമ്പം നാടിൻ്റെ നിയമങ്ങൾ പാലിക്കണം, തീർച്ചയായിട്ടും പാലിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ മുന്നോട്ടുള്ള കാലത്ത് നമ്മൾ വളരെ ജ്ഞാനത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ സഭാ നേതാക്കന്മാർ മാത്രമല്ല, എല്ലാവരും തന്നെ ഈ കാര്യം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ജ്ഞാനം ചോദിച്ച്. മനുഷ്യർ തരുന്ന ജ്ഞാനം കൊണ്ട് നമ്മൾ ഓടിയ കുഴപ്പമാണ്. കാരണം മനുഷ്യരുടെ ജ്ഞാനം കേട്ടിട്ട് ഓരോരുത്തർ ഓടിപ്പോയി ഓരോന്ന് ചെയ്തതൊക്കെ വലിയ കുഴപ്പത്തിൽ ചാടിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിനറിയാം, ദൈവത്തിൻ്റെ യേശുവിൻ്റെ അല്ലേ സഭ. അങ്ങനെയാണെങ്കിൽ ഹി വിൽ ഗിവ് ഹിസ് വിസ്ഡം to his people how to conduct themselves. He will control his own body. Yeah, is all. His own body. Yeah, exactly. തലയ്ക്ക് കീഴ്പ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ തലയ്ക്ക് കീഴ്പ്പെടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പിന്നെ ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണെങ്കിൽ അന്യോന്യം പിന്നെ അടികൂടേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും അന്യോന്യം നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ അത് മാത്രമല്ല, ജീവിക്കുന്ന സമയം കൂടെ ആയിരിക്കണം. അതെ, ലിവിങ് ബോഡി ഓർഗാനിസം ആയിരിക്കും. ലിവിങ് ബോഡി അല്ലാത്ത ബോഡിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഡെഡ് ബോഡി. അതിനെ എത്ര ദിവസം വെച്ചുകൊണ്ടിരിക്കും? ഈ പലപ്പോഴും ഈ നാറ്റക്കേസാണ് ഇപ്പം. നമ്മൾ ഒരു മോർച്ചറി ലൈഫ് അല്ല. അതെ. ലൈഫ് ഇൻ അബണ്ടൻസ് പറഞ്ഞാൽ ഓർഗാനിക് ആയിരിക്കണം. അതെ. വി ഷുഡ് ഹാവ് ദ പവർ ഓഫ് ഗ്രോത്ത്. അല്ലെങ്കിൽ പിന്നെ എന്നാ ബോഡി? ഞാൻ എപ്പോഴും ഈ ബോഡിയെ കുറിച്ച് പറയുമ്പം ഒരു ചിന്തിക്കുന്ന ഒരു ആശയം, ലിവിങ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ഒരിക്കലും ഇന്ന് ലോകത്തിന് ആവശ്യമില്ല. കുറച്ചു കഴിയുമ്പോൾ നാറ്റമാണ്. ഇത് ചർച്ചിന്റെ പക്ഷേ ഈ ഒരു വിധത്തിൽ പറയട്ടെ, ഈ നാറ്റം എല്ലായിടത്തും ഉണ്ട്. ഇതൊക്കെ കോടതിയിൽ വന്ന് വളരെ തുറന്നങ്ങ് എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ ഈ നാറ്റം നമ്മൾ ശരിക്കും അറിയുന്നുണ്ട്. അത് ലിവിങ് ബോഡിയാണോ ഡെഡ് ബോഡിയാണോ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് അവിടെ വെച്ചുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വിറ്റ്നസിങ് ഇല്ലാതെ വരുന്നത്. സോ ബോഡി ഓഫ് ക്രൈസ്റ്റ് പറഞ്ഞ് നിർത്തരുത്. ഐ തിങ്ക് വി ഷുഡ് സ്റ്റാർട്ട് സ്പീക്കിംഗ് ലിവിംഗ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. That's a very wonderful. Dead body of Christ is to be buried today. നാളത്തേക്ക് ഇത് കോസ്റ്റ് ദ വേൾഡ്. ഇലക്ട്രിസിറ്റി വേണം, പല കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഈ ഡെഡ് ബോഡിയെ പ്രിസർവ് ചെയ്യണം. ലിവിംഗ് ബോഡി വിൽ ലീവ് ബൈ ഇറ്റ് സെൽഫ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് പറഞ്ഞ് നിർത്തരുത്. എനിക്കൊന്ന് വാസന്റെ പ്രസംഗത്തിലൊക്കെ ലിവിംഗ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ജീവിക്കുന്ന ശരീരം, ജീവിക്കുന്ന ശരീരത്തിന് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ലൈഫ്, ഇറ്റ് വിൽ ബ്രീത്ത്, ഇറ്റ് വിൽ റീപ്രൊഡ്യൂസ്, റീപ്രൊഡക്ഷൻ ഉണ്ട്, ഇറ്റ് വിൽ ഗിവ് ബർത്ത് ടു ന്യൂ. അതുകൊണ്ടാണ് ഇവാഞ്ചലൈസേഷൻ. അതാണ് അതെ, ലിവിംഗ് ബോഡി ഓഫ് ക്രൈസ്റ്റ് അലോൺ ഈസ് ദ ഹോപ്പ് ഓഫ് ദ വേൾഡ്. നാം ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ വിജ്ഞാനപ്രദം മാത്രമല്ല, വളരെ അനുഗ്രഹപ്രദമാണെന്നുള്ളതിന് ഒരു സംശയമില്ല. സമയത്തിൻ്റെ പരിമിതി മൂലം
ഇപ്പോൾ ഞങ്ങളൊന്ന് നിർത്തുകയാണ്. ഇതിൻ്റെ തുടർഭാഗങ്ങൾ അടുത്തൊരു എപ്പിസോഡായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവരും അത് കാണണമെന്ന് സ്നേഹത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ പ്രോഗ്രാമിൽ ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഒരുപക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ആ മെയിൽ ID യിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.